ഹലോ ഫ്രണ്ട്സ്, പ്രേമം സീരീസിൻ്റെ 289-ാം അധ്യായമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പ്രണയം വളരെ വിചിത്രമാണ്. തൻ്റെ ഇരുവശത്തുമായി നിൽക്കുന്ന ആളുകളെ കണ്ട് അഞ്ജലി ഭയന്നുപോയി. നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഭൈരവ്, എന്നെ വിടാൻ പറ. വേദന കൊണ്ട് പുളയുന്നതിനിടയിലും അവൾ പറഞ്ഞു. മോളെ അഞ്ജലി, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകുകയാണെങ്കിൽ നിനക്കൊന്നും സംഭവിക്കില്ല. പക്ഷേ എന്നോട് അനുസരണക്കേട് കാട്ടിയാൽ ഈ ആൾക്കാർക്ക് ദേഷ്യം വരും. പിന്നെ അവർ നിന്നെ എന്ത് ചെയ്താലും എനിക്ക് നിയന്ത്രിക്കാൻ പോലും പറ്റില്ല. ഞാൻ പറഞ്ഞത് എന്താണെന്ന് അഞ്ജലി മോൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അവൻ ചോദിച്ചു. പ്ലീസ് സർ, പ്ലീസ് ഭൈരവ്, ഇവരോട് എന്നെ ഉപദ്രവിക്കരുതെന്ന് പറയൂ. അവൾ അവനു മുൻപിലിരുന്ന് ദയനീയമായി കെഞ്ചി. പറയാം, പക്ഷേ അത് താൻ എൻ്റെ അടുത്ത് എത്രത്തോളം സഹകരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും, അവൻ പറഞ്ഞു. അഞ്ജലി തലയാട്ടി. ആ സമയത്ത് അവൻ എന്ത് ചോദിച്ചാലും അവൾ ആ നിമിഷം ഉത്തരം നൽകുമായിരുന്നു. അഞ്ജലി അത്രയ്ക്കും ഭയന്നിരുന്നു. എങ്കിൽ മോള് പറ, അന്ന് രാത്രി എന്താ സംഭവിച്ചത്? ഭൈരവ് ചോദിച്ചു. അന്ന് രാത്രി നീലിമയ്ക്ക് മയക്കുമരുന്ന് നൽകി അവളെ അബോധാവസ്ഥയിലാക്കിയത് ഞാനാ. അവളെ നശിപ്പിക്കാൻ ഞാൻ ഒരാളെയും ഏർപ്പാട് ചെയ്തിരുന്നു. പക്ഷേ അയാൾക്ക് അന്ന് റൂം മാറിപ്പോയി. പിറ്റേ ദിവസം അയാൾ എന്നെ വിളിച്ചപ്പോഴാണ് ഞാൻ അതറിഞ്ഞത്. അവൻ നീലിമയെ കണ്ടുമുട്ടിയിട്ടില്ലെന്ന് എന്നോട് പറഞ്ഞു. അവൾ പരിഭ്രമത്തോടെ കാര്യങ്ങൾ പറഞ്ഞൊപ്പിച്ചത് ഭൈരവിനെ നോക്കി. അവൻ്റെ മുഖത്ത് യാതൊരു ഭാവഭേദങ്ങളും ഇല്ലായിരുന്നു. അഞ്ജലി തുടർന്നു. സത്യമായിട്ടും അന്ന് രാത്രി ആരാണ് നീലിമയുടെ ഒപ്പം ഉണ്ടായിരുന്നതെന്ന് എനിക്കറിയില്ല. ഞാനൊരു സ്റ്റാഫിനെ സ്വാധീനിച്ച് അവിടുത്തെ CCTV വിഷ്വൽ എല്ലാം നോക്കിയതാണ്. പക്ഷേ ഞാൻ അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ അതെല്ലാം ഡിലീറ്റ് ചെയ്യപ്പെട്ടിരുന്നു. അവൾ വീണ്ടും പറഞ്ഞു. ആ വാക്കുകളിൽ കള്ളമില്ലെന്ന് ഭൈരവിന് മനസ്സിലായി. ആ ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ നശിപ്പിക്കാൻ ഒന്നും അഞ്ജലിക്ക് സാധിക്കില്ല. അത് ചെയ്തത് തീർച്ചയായും പണവും സ്വാധീനവും വേണ്ടുവോളമുള്ള ഒരു വ്യക്തിയായിരിക്കണം. ഭൈരവ്, എനിക്കറിയാവുന്നതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല. എന്നെ വെറുതെ വിട്ടേക്ക്. ഞാൻ അറിയാതെ പോലും നിങ്ങളെ ശല്യം ചെയ്യാനേ വരില്ല. പ്രോമിസ്, അഞ്ജലി അപേക്ഷയോടെ പറഞ്ഞു. അവൻ്റെ അരികിൽ നിന്നും എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടാൽ അത്രയും ഭാഗ്യമെന്ന് അവൾ കരുതി. എന്തിനാ ഇത്ര തിടുക്കം? പോയിട്ട് നിനക്ക് അത്യാവശ്യം വല്ലതുമുണ്ടോ? കുറച്ചുനേരം എൻ്റെ കൂടെ ഇരിക്കണം, പെട്ടെന്ന് ഭൈരവ് മൃദുവായ സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് അഞ്ജലിയെ നോക്കി. ഇതേ സമയം അവൻ്റെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു. അത് കണ്ടതോടെ അവളിൽ വീണ്ടും പ്രതീക്ഷയുടെ വെട്ടം തെളിഞ്ഞു. ഭൈരവിനെ ഞാൻ ഇവിടെ നിൽക്കണമെന്നാണോ ആഗ്രഹം? എങ്കിൽ ഞാൻ നിൽക്കാം, അവൾ സൗമ്യമായി പറഞ്ഞു. അത് കേട്ട് അവനും ശരിക്കും അമ്പരന്നു. അത് ശരി, അപ്പോൾ നീ എന്തിനും തയ്യാറാണല്ലേ? മാധവൻ്റെ ഇളയ മകൾ ഇത്രയും ചീപ്പാകുമെന്ന് ഞാൻ കരുതിയില്ല, അവൻ ക്രൂരമായി പറഞ്ഞു. ഒപ്പം അവളുടെ കവിളിലൊന്ന് തഴുകി. അഞ്ജലി പേടിയോടെ അവനെ നോക്കി. ഭൈരവ് തുടർന്നു. നിന്നിൽ എനിക്കിഷ്ടമുള്ള ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതെവിടെയൊക്കെയോ നീലിമയുമായുള്ള ഒരു രൂപസാദൃശ്യം മാത്രമാണ്. പക്ഷേ നീ നീലിമയെപ്പോലെയല്ല. നിനക്ക് അവളുടെ മുൻപിൽ പോലും നിൽക്കാനുള്ള അർഹതയില്ല. എന്നിട്ടും നീ അവളോട് മത്സരിക്കാൻ നടക്കുന്നു. അത് എന്ത് ധൈര്യത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അവൻ അവളെ പരിഹസിച്ചു. ആ സംസാരം കേട്ട് അവൾക്ക് നല്ല ദേഷ്യം വന്നിരുന്നു. എങ്കിലും അവൾക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. ഭൈരവിൻ്റെയും അവൻ്റെ ആൾക്കാരുടെയും മുമ്പിൽ അവൾ തീർത്തും ദുർബലയായിരുന്നു. അതെ, ശരിയാ, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാ. ഞാൻ സമ്മതിക്കുന്നു. എന്നെ കൊന്നു കളയരുത് പ്ലീസ്. ഞാനിനി ഒരിക്കലും അവളെ ഉപദ്രവിക്കില്ല, ഉറപ്പ്. ഭൈരവ് വീണ്ടും അവളെ നോക്കി പരിഹസിച്ച് ചിരിച്ചു. ഇനി ഉപദ്രവിക്കില്ലെന്നോ? അതെന്താ അഞ്ജലി ഈ പറഞ്ഞതിനർത്ഥം? 5 വർഷം മുൻപുള്ള ആ സംഭവത്തിന് ശേഷം, അതായത് ഞാൻ ഇവിടെ വരും മുന്നേ നീ അവളെ ഉപദ്രവിച്ചിരുന്നു എന്നോ? അതോ നിനക്ക് ഇനിയും അവളെ ഉപദ്രവിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു എന്നോ? അങ്ങനെയാണോ? അത് കേട്ട് അഞ്ജലി ഭയന്നുപോയി. അവൾ പറഞ്ഞതിന് അവൻ അങ്ങനെ ഒരു അർത്ഥം കാണുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല. ഭൈരവ് തുടർന്നു. അപ്പോൾ ഞാൻ നിനക്കൊരു ശിക്ഷ തരണ്ടേ? ഇനി ഒരിക്കലും അവളെ ഉപദ്രവിക്കാൻ ധൈര്യപ്പെടാത്ത രീതിയിലൊരു ശിക്ഷ വേണ്ടേ? അവൻ കനത്ത ശബ്ദത്തിൽ ചോദിച്ചു. അഞ്ജലി ഭയത്തോടെ അവനെ തുറിച്ചു നോക്കി. പക്ഷെ പേടിക്കേണ്ട, ഞാൻ തൽക്കാലത്തേക്ക് നിന്നെ ഉപദ്രവിക്കുന്നില്ല. പകരം എനിക്ക് നീ വാക്ക് തരണം, ഇനി ഒരിക്കലും നീലിമയ്ക്കെതിരെ നീ നിന്റെ ചെറുവിരൽ പോലും അനക്കില്ലെന്ന്. അവൻ അവളിലേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് മുരണ്ടു. വാക്ക് തന്നാൽ എന്നെ വിട്ടയക്കുമോ? അവൾ ദയനീയമായി ചോദിച്ചു. അങ്ങനെയൊന്നും വിടാൻ പറ്റുമോ മോളെ? ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിയാനില്ലേ? 5 വർഷങ്ങൾക്ക് മുൻപേയുള്ള ആ രാത്രിയിൽ നീലിമയുടെ ഒപ്പം ആ റൂമിൽ ആരായിരുന്നു എന്നുകൂടി നീ എനിക്ക് കണ്ടുപിടിച്ചു തരണം. അതിന് സമ്മതമാണെങ്കിൽ നീ പോയിക്കോ. നീ എഴുതിയ സ്ക്രിപ്റ്റ് പോലെയല്ലേ അന്ന് അവിടെ സംഭവിച്ചത്? അപ്പോൾ നീ തന്നെ പോയി അതിനൊരു ക്ലൈമാക്സും കണ്ടുപിടിക്ക്, ഭൈരവ് പറഞ്ഞു. അഞ്ജലിയുടെ കണ്ണിൽ പ്രതീക്ഷയുടെ ഒരു വെട്ടം തെളിഞ്ഞു. ഞാൻ നോക്കാം. അല്ല, എനിക്ക് പറ്റും. അന്ന് ഞാനും ആ ഹോട്ടലിലുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്കത് പറ്റുമെന്ന് വിശ്വാസമുണ്ട്, അവൾ പറഞ്ഞു. വെരി ഗുഡ്, ഭൈരവ് സംതൃപ്തിയോടെ പറഞ്ഞു. എന്നിട്ട് ഗാർഡിനോട് അവളെ വിട്ടയക്കാൻ പറഞ്ഞു. വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ട ഒരു പ്രതീതിയായിരുന്നു അഞ്ജലിക്കപ്പോൾ.
എങ്ങനെയൊക്കെയോ അവൾ വീട്ടിലേക്ക് തിരിച്ചെത്തി. പക്ഷേ ലിവിംഗ് റൂമിൽ കയറിയതും അവൾ തളർച്ചയോടെ സോഫയിലേക്ക് വീണു. ആ കാഴ്ച കണ്ടുകൊണ്ടാണ് സത്യഭാമ അങ്ങോട്ടേക്ക് വന്നത്. അവർ ഭയത്തോടെ മകളെ തട്ടി വിളിച്ചു. അഞ്ജലിക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാതെ അവരിൽ പരിഭ്രാന്തി നിറഞ്ഞിരുന്നു. സർവന്റ് നൽകിയ വെള്ളം അവർ അവളുടെ മുഖത്ത് തളിച്ചു. അഞ്ജലി പതിയെ കണ്ണു തുറന്നു. എൻ്റെ ദൈവമേ, നിനക്ക് എന്താ പറ്റിയ മോളെ? ഞാൻ വല്ലാതെ പേടിച്ചുപോയി, സത്യഭാമ നെഞ്ചിൽ കൈവച്ചു പറഞ്ഞു. പിന്നെ അവളെ എഴുന്നേറ്റിരിക്കാൻ സഹായിച്ചു. ഒപ്പം കുടിക്കുവാനുള്ള വെള്ളവും കൊടുത്തു. എന്താണ് ഉണ്ടായത് മോളെ? ഭൈരവ് നിന്നെ ഉപദ്രവിച്ചോ? ഒരമ്മയുടെ ആവലാതി അവരിൽ നിറഞ്ഞിരുന്നു. എന്നാൽ അഞ്ജലി ആകട്ടെ ഭൈരവിൻ്റെ പേര് കേട്ടപ്പോൾ തന്നെ ഭയന്നുപോയി. അവൻ്റെ ഭീഷണി അവളുടെ കാതുകളിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു. ഇല്ല, ഞാൻ നീലിമയെ ഇനി ഉപദ്രവിക്കില്ല. ഒരിക്കലും അവളുടെ മുന്നിൽ പോലും പോകില്ല. അഞ്ജലി പൊട്ടിക്കരഞ്ഞു. ഇത് കേട്ട് സത്യഭാമയുടെ മുഖം വിളറി. അവർ തിടുക്കത്തിൽ അഞ്ജലിയെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കാൻ തുടങ്ങി. എൻ്റെ മോളെ, നിനക്ക് എന്താ പറ്റിയത്? സത്യഭാമ കരയും പോലെ പറഞ്ഞു. അഞ്ജലിയാണെങ്കിൽ പേടിയോടെ അവളുടെ അമ്മയ്ക്ക് അരികിൽ ചുരുണ്ടുകൂടിയിരുന്നു. കരഞ്ഞു തളർന്ന് അവൾ വീണ്ടും ബോധം കെട്ടു വീണു. അപ്പോഴാണ് അവളുടെ ഡ്രസ്സിൽ ചോര പുരണ്ടിരിക്കുന്നത് സത്യഭാമ കണ്ടത്. അതോടെ സത്യഭാമ അവളെ തിടുക്കത്തിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചു. പിന്നീട് വൈകിട്ടാണ് അവൾക്ക് ബോധം തിരിച്ചു കിട്ടിയത്. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ അമ്മ മുന്നിൽ നിൽക്കുന്നത് അവൾ കണ്ടു. എൻ്റെ പൊന്നു മോളെ, നിനക്ക് എന്താ പറ്റിയത്? സത്യഭാമ വേദനയോടെ ചോദിച്ചു. അതിന് മറുപടിയായി ഭൈരവിൻ്റെ അടുത്ത് സംഭവിച്ചതെല്ലാം അവൾ പറഞ്ഞു. സത്യഭാമ അഞ്ജലിയെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു. വിഷമിക്കേണ്ട, അച്ഛൻ വരട്ടെ, നമുക്ക് അദ്ദേഹത്തോട് പറയാം. അവൻ്റെ അഹങ്കാരം നമുക്ക് തീർത്തു കൊടുക്കാം. അവർ അമർഷവും സങ്കടവും കൊണ്ട് പുലമ്പി. അമ്മേ, ഭൈരവിനോട് ഏറ്റുമുട്ടാനുള്ള ശക്തിയൊന്നും നമുക്കില്ല. അവൻ നമ്മളെക്കാൾ സമ്പന്നനാണ്, അവന് ശക്തിയുമുണ്ട്, അഞ്ജലി പറഞ്ഞു. ദേഷ്യത്തിൽ ഇന്ന് പറയുന്നതിനൊപ്പം അഞ്ജലി ഉറക്കെ കരയുന്നുണ്ടായിരുന്നു. ഒപ്പം അമ്മയുടെ കൈക്കുള്ളിൽ അവൾ സുരക്ഷിതയായി ഒതുങ്ങിക്കൂടി. അതോടൊപ്പം അവൾ ജീവിതത്തിൽ ഇതുവരെ നേരിട്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഗൗരവത്തോടെ ചിന്തിച്ചു. ഇന്നത്തെ ദിവസം അവളുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളതാണെന്ന് അഞ്ജലിക്ക് തോന്നി. ഭൈരവിനെ ആദ്യമായി കണ്ടുമുട്ടിയത്, ഭൈരവിനോട് തോന്നിയ പ്രണയം, അവൻ്റെ ഭീഷണി കാരണം തോന്നിയ ഭയം, അവളുടെ ഹൃദയം തകർന്ന നിമിഷം, അങ്ങനെ പല വികാരങ്ങളും അവളുടെ മനസ്സിലൂടെ മിന്നിമറിഞ്ഞു. പക്ഷെ അതിനെല്ലാം അവസാനം അവൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഈ ലോകത്ത് തനിക്ക് ചേർന്ന ഒരു പുരുഷനുണ്ടെങ്കിൽ അത് ഭൈരവ് മാത്രമാണ്. അവൻ കൂടെയുണ്ടെങ്കിൽ നീലിമയെ മാത്രമല്ല, അവളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരെയും തനിക്ക് നിഷ്പ്രയാസം അവസാനിപ്പിക്കാൻ പറ്റും എന്ന് അവൾ കരുതി. അവനിൽ കണ്ട ഓരോ ഭാവങ്ങളും അവൾ വീണ്ടും ഓർത്തുകൊണ്ടിരുന്നു. ആദ്യം ഭയം തോന്നിയ മനസ്സിൽ ഇപ്പോൾ പ്രണയം മുട്ടിട്ടു തുടങ്ങി. പക്ഷെ ഭൈരവ് അവൻ സ്നേഹിക്കുന്നത് താൻ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന സ്ത്രീയെയാണ്. എങ്കിലും അഞ്ജലി തൻ്റെ ലക്ഷ്യം ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. ഒരിക്കൽ ആദിയെ സ്വന്തമാക്കാൻ നീലിമയോട് പൊരുതി. അതേ രീതിയിൽ തന്നെ ഭൈരവിനെയും സ്വന്തമാക്കണമെന്ന് അവൾ കരുതി. തൻ്റെ വഴിയിൽ നിന്നും നീലിമ ഇല്ലാതെയാവണം. എങ്കിൽ തീർച്ചയായും ഭൈരവിൻ്റെ ജീവിതത്തിലേക്ക് കയറി ചെല്ലാൻ കഴിയും. അവളുടെ ചിന്തകൾ അങ്ങനെ ഭ്രാന്തമായി സഞ്ചരിച്ചു കൊണ്ടിരുന്നു. മകളുടെ ചിന്തകളുടെ ഏകദേശ രൂപം സത്യഭാമയ്ക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അവരിൽ ഭയം നിറഞ്ഞു. അപ്പോഴേക്കും സത്യഭാമയെ നോക്കി അഞ്ജലി പറഞ്ഞു. ഇതിനെല്ലാം കാരണക്കാരി ശരിക്കും അവളാണ്, ആ നീലിമ. അവൾ കാരണമാ ഭൈരവ് എന്നോട് ഇങ്ങനെ പെരുമാറിയത്. അവളോട് നിന്ന് തന്നെ എനിക്ക് ഭൈരവിനെ സ്വന്തമാക്കണം. അഞ്ജലി പറഞ്ഞത് കേട്ട് സത്യഭാമ ഭയന്നുപോയി. മോളെ, ഇത് വേണ്ട. സംഭവം നമുക്ക് നീലിമയെ ഇഷ്ടമല്ല എന്ന് കരുതി ഭൈരവിനെ പോലെ ഒരാളെ കൂട്ടുപിടിക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ ശരിയാവില്ല. അവൻ എങ്ങനെയുള്ളവനാണെന്ന് കൂടി നമ്മൾ ഓർക്കണം. അതുകൊണ്ട് നീ നിന്റെ വാശി കളഞ്ഞേക്ക്, സത്യഭാമ ഭയത്തോടെ പറഞ്ഞു. പക്ഷെ അഞ്ജലി ഒന്നും മിണ്ടിയില്ല. അഞ്ജലി, നീ അമ്മ പറയുന്നത് കേൾക്കുന്നുണ്ടോ? നീ വെറുതെ ആവശ്യമില്ലാത്ത പണിക്കൊന്നും നിൽക്കരുത്. അല്ലെങ്കിലും നമുക്ക് ആവശ്യത്തിലേറെ പ്രശ്നങ്ങളുണ്ട്. അവർ പിന്നെയും കരഞ്ഞുകൊണ്ട് കാര്യങ്ങളെല്ലാം മകളെ ഓർമ്മിപ്പിച്ചു. അമ്മേ പ്ലീസ്, ഇങ്ങനെ കരയാതെ. എനിക്ക് ഭൈരവിനെ വേണം അമ്മേ. എനിക്ക് അവനെ അത്രയ്ക്ക് ഇഷ്ടമായി. അവനെ ഉപേക്ഷിച്ചാൽ ഞാൻ മരിച്ചു പോകും. അതുകൊണ്ട് എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക്, അഞ്ജലി ഷാർപ്പായിട്ട് പറഞ്ഞു. ഒപ്പം അവൾ അമ്മയെ അപേക്ഷയോടെ നോക്കി. സത്യഭാമ പിന്നെ കൂടുതലൊന്നും പറഞ്ഞില്ല. മകളെ സാവധാനം കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാമെന്ന് അവർ കരുതി. മകൾ വേദനിക്കുന്നതും വിഷമിക്കുന്നതും സത്യഭാമയ്ക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. കാരണം അഞ്ജലി അവരുടെ പ്രിയപ്പെട്ട മകളാണ്. അവൾ ഏത് കാര്യത്തിൽ വാശി കാണിച്ചാലും സത്യഭാമ എന്നും അവൾക്കൊപ്പം നിൽക്കും. അമ്മയ്ക്ക് ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, നീ സന്തോഷമായിട്ട് ജീവിക്കണം. നിന്നെ വേദനിപ്പിക്കുന്ന ഒന്നും ഈ ലോകത്തുണ്ടാവരുത്, ഒന്നും, സത്യഭാമ പറഞ്ഞു. അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? അഞ്ജലി സംശയത്തോടെ ചോദിച്ചു. ആദ്യം നീ ആ നീലിമയെ കണ്ടെത്തണം. എന്നിട്ട് അവൾ ഇനി നിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാത്ത രീതിയിൽ പറഞ്ഞയക്കണം. അതിനുശേഷം മതി നമുക്ക് ബാക്കി എന്തും, അവർ മറുപടി നൽകി. പക്ഷേ അമ്മേ, അവൾ ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല, അഞ്ജലി നിരാശയോടെ പറഞ്ഞു. നമുക്ക് കണ്ടുപിടിക്കാം, പക്ഷേ ഇപ്പോൾ വേണ്ട. അവൾക്ക് ആരുടെയും സപ്പോർട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഭൈരവ് ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുകയല്ലേ. ആ സാഹചര്യത്തിൽ തൽക്കാലം നമ്മൾ ഒതുങ്ങുന്നതാണ് നല്ലത്. നമുക്ക് ആ അവസരത്തിനു വേണ്ടി കാത്തിരിക്കാം, സത്യഭാമ വിശദീകരിച്ചു. പക്ഷേ അമ്മേ, അതൊക്കെ എപ്പോഴാ? ചിലപ്പോൾ നമുക്ക് ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വന്നാലോ? അഞ്ജലി അക്ഷമയോടെ ചോദിച്ചു. നീലിമയോട് പ്രതികാരം ചെയ്യാനും ഭൈരവിനെ അധികം വൈകാതെ സ്വന്തമാക്കാനും അവൾ ഒരുപോലെ ആഗ്രഹിച്ചിരുന്നു.
സത്യഭാമ മകളെ ആശ്വസിപ്പിച്ചു. കാര്യങ്ങൾ ക്ഷമയോടെ മുന്നോട്ട് നീക്കണമെന്ന് അവർക്കറിയാം. സത്യഭാമ ഓരോന്നും മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ടായിരുന്നു. ഇതേ സമയം വാസുദേവൻ പരിഭ്രമത്തോടെ ഹോസ്പിറ്റൽ എൻട്രൻസിലൂടെ മുന്നോട്ട് നടക്കുകയായിരുന്നു. സത്യഭാമ വിളിച്ചറിയിച്ചതിനാൽ അഞ്ജലിയുടെ അവസ്ഥ അയാൾ നേരത്തെ അറിഞ്ഞിരുന്നു. കുറച്ചു മുൻപ് ഭൈരവും അയാൾ ഫോണിൽ വിളിച്ചിരുന്നു. അവൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അയാൾ ഞെട്ടിപ്പോയി. അതേപ്പറ്റി മോളോട് ചോദിക്കാനിരിക്കുമ്പോഴാണ് അഞ്ജലിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് സത്യഭാമ വിളിക്കുന്നത്. അഞ്ജലിയെ കിടത്തിയ റൂമിനു മുൻപിൽ അയാൾ വൈകാതെ എത്തിച്ചേർന്നു. ഉള്ളിലേക്ക് കയറിയപ്പോൾ അമ്മയും മകളും പരസ്പരം കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് വാസുദേവൻ കണ്ടു. അഞ്ജലി, മോളെ ഓക്കെ അല്ലേ? അവൾക്കരികിൽ നിന്നുകൊണ്ട് വാസുദേവൻ വാത്സല്യത്തോടെ ചോദിച്ചു. സത്യഭാമയും അഞ്ജലിക്കും ഒരുപോലെ ഞെട്ടി മുഖമുയർത്തി. അഞ്ജലി, മോളെ ഓക്കെ അല്ലേ? അവൾക്കരികിൽ നിന്നുകൊണ്ട് വാസുദേവൻ വാത്സല്യത്തോടെ ചോദിച്ചു. സത്യഭാമയും അഞ്ജലിയും ഒരുപോലെ ഞെട്ടി മുഖമുയർത്തി. നോക്ക് നിങ്ങളുടെ മകളുടെ അവസ്ഥ, കണ്ണു തുറന്നു നോക്ക്. നിങ്ങളുടെ പ്രിയപ്പെട്ട മൂത്ത മകളിലെ നീലിമ, അവൾ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. ഇപ്പോൾ ആ ഭൈരവും അവളുടെ കൂടെയുണ്ട്. സത്യഭാമ ദേഷ്യത്തോടെയും അസ്വസ്ഥതയോടെയും പറഞ്ഞു. നീ വിഷമിക്കേണ്ട അഞ്ജലി മോളെ, ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. വാസുദേവൻ അഞ്ജലിയെ നോക്കി പറഞ്ഞു. മകളുടെ അവസ്ഥ അയാളെയും വിഷമിപ്പിച്ചിരുന്നു. മോളെ പറഞ്ഞു മനസ്സിലാക്കിയാൽ മാത്രം പോരാ. ചെയ്ത തെറ്റിന് ആ ഭൈരവ് നമ്മുടെ മോളുടെ കാൽക്കീഴിൽ വന്നിരുന്ന് മാപ്പ് പറയണം. നീലിമയെ കണ്ടെത്തി അവളെയും ശിക്ഷിക്കണം. ഏതോ ഒരുത്തനെ കൂട്ടുപിടിച്ച് സ്വന്തം അനുജത്തിക്കെതിരെയല്ലേ അവൾ ഗൂഢാലോചന നടത്തിയിരിക്കുന്നത്. സത്യഭാമ എഴുന്നേറ്റ് നിന്ന് അലറി വിളിച്ചു. അഞ്ജലി പ്രതീക്ഷയോടെ തൻ്റെ അച്ഛനെ നോക്കി. പക്ഷേ അയാളുടെ ഭാവം മറ്റെന്തോ ആണെന്ന് അവർക്ക് രണ്ടുപേർക്കും തോന്നി. അയാൾ സത്യഭാമയ്ക്ക് മറുപടി ഒന്നും നൽകിയില്ല. പകരം അഞ്ജലിയെ നോക്കി. മോളെ, ഭൈരവ് ചെയ്തത് തെറ്റാണ്. അതിന് മോളോട് അച്ഛൻ മാപ്പ് ചോദിക്കുന്നു. അവനോട് മത്സരിക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് മോളും അമ്മയും ഈ പ്രതികാരം അങ്ങ് ഉപേക്ഷിച്ചേക്ക്. അല്ലെങ്കിൽ ചിലപ്പോൾ വറച്ചട്ടിയിൽ നിന്നും എരുതിയിലേക്ക് പോകുന്ന അവസ്ഥയാകും നമ്മൾക്ക്. അയാൾ നിർവികാരത്തോടെ പറഞ്ഞു. അച്ഛൻ വിഷമിക്കേണ്ട. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അച്ഛൻ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഭൈരവിനെ വിളിച്ചറിയിക്കണം. അങ്ങനെയെങ്കിലും അവൻ എന്നോടൊരു ഇഷ്ടം തോന്നട്ടെ. അഞ്ജലി പ്രതീക്ഷയോടെ പറഞ്ഞു. അവളുടെ മനസ്സ് ഒറ്റ ദിവസം കൊണ്ട് പൂർണ്ണമായും ഭൈരവിലേക്ക് ചാഞ്ഞിരുന്നു. നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നത്? നിന്റെ സാമാന്യ ബുദ്ധിക്ക് എന്തു പറ്റി? മോളുടെ അവസ്ഥ കണ്ടിട്ട് അയാൾക്ക് എന്ത് പ്രശ്നമുണ്ടാവാനാണ്? അവൻ നിന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് പ്രപ്പോസ് ചെയ്യാൻ വിളിച്ചു വരുത്തിയതല്ല എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? അതുകൊണ്ട് ഈ വക ആഗ്രഹങ്ങളൊന്നും മനസ്സിൽ നീ വെക്കണ്ട. നിനക്ക് വേണമെങ്കിൽ എത്രയേറെ നല്ല പയ്യന്മാരെ വേറെ കിട്ടും. ആദിയുടെ കാര്യം നമ്മൾ ഫിക്സ് ചെയ്തതുമല്ലേ. എന്തായാലും ഭൈരവിന് നമുക്ക് വേണ്ട. അയാൾ അവളെ ഉപദേശിച്ചു. അച്ഛാ, ഇങ്ങനെ പറയല്ലേ. എനിക്ക് ഭൈരവിനെ ഒരുപാട് ഇഷ്ടമായി. അവനേക്കാൾ ബെസ്റ്റായിട്ട് ഈ ലോകത്ത് വേറെ ആരും കാണില്ല. പിന്നെ നമ്മുടെ ഈ അവസ്ഥയിലും ഭൈരവിനെ പോലെ ഒരാൾക്ക് മാത്രമേ നമ്മളെ സഹായിക്കാൻ പറ്റൂ. അതുകൊണ്ട് എനിക്ക് അവനെ മതി. അവൾ ഒരു മനോരാജ്യത്ത് പറന്നു നടക്കാൻ തുടങ്ങിയിരുന്നു. മറ്റെല്ലാം വിസ്മരിച്ച് അവൾ പൂർണ്ണമായും ഭൈരവനോടുള്ള പ്രണയത്തിൽ അടിപ്പെട്ടു പോയിരുന്നു. അധ്യായം 290. പ്രണയവും പ്രതികാരവും. അഞ്ജലി പറഞ്ഞത് കേട്ട് വാസുദേവൻ അസ്വസ്ഥനായി. അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ അയാൾ വീണ്ടും ശ്രമിച്ചു. അഞ്ജലി മോളെ, നിനക്ക് വിഷമമുണ്ടെന്ന് അച്ഛനറിയാം. പക്ഷേ ഈ വ്യാമോഹം ഉപേക്ഷിച്ചേക്ക്. ഇത് നമുക്ക് ദോഷമേ ചെയ്യൂ. ഭൈരവ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അവൻ്റെ വഴിക്ക് പോകാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. അയാൾ അഞ്ജലിയോട് പറഞ്ഞു. പക്ഷേ അവൾ പെട്ടെന്ന് തന്നെ അയാളുടെ കയ്യിൽ പിടിച്ചു. ഒപ്പം ഭൈരവിനു വേണ്ടി അവൾ അച്ഛനോട് കെഞ്ചി. മകളുടെ അവസ്ഥയിൽ സത്യഭാമയ്ക്ക് വിഷമം തോന്നി. സത്യഭാമ അവൾക്ക് വേണ്ടി അയാളോട് സംസാരിച്ചു. പക്ഷേ ഈ വാശിക്ക് കൂട്ടുനിൽക്കാൻ വാസുദേവന് കഴിയില്ലായിരുന്നു. അഞ്ജലിയും തൻ്റെ പ്രണയത്തെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഒടുവിൽ വാസുദേവൻ്റെ ക്ഷമ പൂർണ്ണമായും നശിച്ചു. അയാൾ ഫോണെടുത്ത് അതിലൊരു വീഡിയോ അവൾക്ക് മുൻപിൽ പ്ലേ ചെയ്തു കൊടുത്തു. അത് കണ്ട് അഞ്ജലിയും സത്യഭാമയും ഒരുപോലെ ഞെട്ടി. കാരണം അത് 5 വർഷങ്ങൾക്ക് മുൻപ് അഞ്ജലി ചെയ്ത കാര്യത്തെപ്പറ്റിയുള്ള അവളുടെ തന്നെ തുറന്നുപറച്ചിലായിരുന്നു. അഞ്ജലി ഭയത്തോടെ വാസുദേവനെ നോക്കി. അയാളുടെ മുഖത്ത് ഒരു വികാരവും ഇല്ലായിരുന്നു. നീ ബുദ്ധിയുള്ള കുട്ടിയാണെന്നാണ് ഞാൻ കരുതിയത്. നല്ല സ്വഭാവമുള്ള മിടുക്കി കുട്ടി. പക്ഷേ നീ എൻ്റെ പ്രതീക്ഷകൾക്ക് തീർത്തും വിപരീതമാണ്. എന്നിട്ടും ഞാൻ ഇത്രയും നേരം ക്ഷമിച്ചു കൂടെ നിന്നത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയാമോ? നിന്നോടുള്ള സ്നേഹം കൊണ്ട്. നീ എന്നെ അനുസരിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷേ നിനക്ക് എന്നെക്കാളും ഇവളെക്കാളുമൊക്കെ നിന്റെ വാശിയാണല്ലേ വലുത്. അയാൾ വിഷമത്തോടെയും അമർഷത്തോടെയും പറഞ്ഞു. അച്ഛാ, ഞാൻ... അവൾ വെപ്രാളത്തോടെ എന്തോ പറയാൻ ശ്രമിച്ചു. വാസുദേവൻ അവളെ കൈ ഉയർത്തി തടഞ്ഞു. അത് കള്ളമാണെന്ന് നീ പറയണ്ട. ഇനിയും തെളിവുകൾ എൻ്റെ പക്കലുണ്ട്. അയാളുടെ ഹൃദയം വേദനയോടെ പറഞ്ഞു. സത്യത്തിൽ ഭൈരവ് ഇതിനെപ്പറ്റി മുന്നേ അയാളോട് സൂചിപ്പിച്ചിരുന്നു. പക്ഷേ വാസുദേവൻ അന്നത് വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ തെളിവോടെ എല്ലാം മുന്നിലെത്തിയപ്പോൾ അയാൾ ശരിക്കും തകർന്നുപോയി. എന്നിട്ടും എല്ലാം ഉള്ളിലടക്കാൻ അയാൾ ശ്രമിച്ചതാണ്. പക്ഷേ അഞ്ജലിയുടെ പക അടങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ അയാൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. സ്വന്തം സഹോദരിയോട് ഇങ്ങനെ ചെയ്യാൻ നിനക്ക് എങ്ങനെ സാധിച്ചു അഞ്ജലി? അവളെ നീ ചതിച്ചു. നിന്റെ ചതി കാരണം അവൾ ഗർഭിണിയായി. അവസാനം എന്നെയും നീ തെറ്റിദ്ധരിപ്പിച്ചു. എന്നിട്ടും നിനക്ക് മതിയായില്ലേ? അയാളുടെ വാക്കുകളിൽ ആദ്യമായി മകളോടുള്ള വെറുപ്പ് നിറഞ്ഞു. അച്ഛാ, അങ്ങനെയല്ല. ഇതൊന്നും സത്യമല്ല.
അന്ന് ഞാൻ എന്തോ ഒരു തമാശയ്ക്ക് പക്ഷേ ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. മുന്നിൽ തെളിവുകൾ നിരത്തിയിട്ടും അഞ്ജലി സ്വയം ന്യായീകരിച്ചു. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? നമ്മുടെ മകൾ അങ്ങനെ ചെയ്യുമോ? സത്യഭാമ വാസുദേവനെ നോക്കി ചോദിച്ചു. പക്ഷേ അമ്മയുടെയും മകളുടെയും ഒരു വാദവും കേൾക്കാൻ അയാൾ തയ്യാറായിരുന്നില്ല. അയാൾ അവിടെ നിന്നും പോകാൻ ഒരുങ്ങി. അച്ഛനെ പിടിച്ചു നിർത്താൻ അഞ്ജലി പരമാവധി ശ്രമിച്ചിരുന്നു. പക്ഷേ അയാൾ തീർത്തും അവളെ അവഗണിച്ച് അവിടെ നിന്നും പോയി. അവൾ ബെഡിൽ നിന്നും എഴുന്നേറ്റ് അയാളെ പിന്നാലെ ഓടാൻ തുടങ്ങി. പക്ഷേ ക്ഷീണവും വേദനയും കാരണം അവൾ നിലത്തേക്ക് തളർന്നു വീണിരുന്നു. ഭൈരവിൻ്റെ ആൾക്കാരുടെ ആക്രമണത്തിൽ പറ്റിയ മുറിവിൽ നിന്നും രക്തം പൊടിഞ്ഞു. അപ്പോഴേക്കും ഡോക്ടറും നഴ്സും വേഗത്തിലെത്തി അവളെ പരിശോധിച്ചു. മുറിവിൽ നിന്നും രക്തം നിലയ്ക്കാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതിനുശേഷം അവൾക്ക് ചെറിയൊരു സർജറി ആവശ്യമായി വന്നിരുന്നു. ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയ മകളെ ഓർത്ത് സത്യഭാമ വിഷമത്തോടെ പുറത്തുനിന്നു. സർജറി സക്സസ് ആയിരുന്നുവെങ്കിലും അഞ്ജലിയുടെ ആ അവസ്ഥ അവർക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. അവളുടെ മാനസിക നില തെറ്റിയിട്ടുണ്ടെന്ന് സത്യഭാമയ്ക്ക് തോന്നി. അവൾക്ക് ദേഷ്യം മുഴുവൻ നീലിമയോടായിരുന്നു. തൻ്റെ മകളുടെ ആഗ്രഹത്തിന് തടസ്സം നീലിമ മാത്രമാണെന്ന് സത്യഭാമ വിശ്വസിച്ചു. തീർച്ചയായും നീലിമയോട് പ്രതികാരം ചെയ്യുമെന്ന് സത്യഭാമ മനസ്സിൽ ഉറപ്പിച്ചു. ഇതേ സമയം മാധവീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും നീലിമ അറിഞ്ഞില്ല. അവളുടെ ചിന്ത മുഴുവനും അശ്വിനെപ്പറ്റി തന്നെയായിരുന്നു. അവനോട് സംസാരിക്കാൻ അവൾ ആഗ്രഹിച്ചു. അശ്വിൻ്റെ അടുത്ത് ആരുമില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടത് അവളുടെ ആവശ്യമായിരുന്നു. അതിനായി അവളൊരു മെസ്സേജ് സെൻഡ് ചെയ്ത് കാത്തിരുന്നു. പക്ഷേ ആ സന്ദേശം കണ്ടത് സിദ്ധാർത്ഥാണെന്ന് മാത്രം. അവൻ അശ്വിൻ ഉണരുന്നതും കാത്തു നിൽക്കുകയാണ്. അപ്പോഴാണ് ടാബിലൊരു വെളിച്ചം മിന്നിമറിഞ്ഞത് സിദ്ധാർത്ഥ് കണ്ടത്. അവൻ അതെടുത്തു നോക്കി. അച്ചു, മോൻ എവിടെയാ? അമ്മ മോനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. നീലിമയുടെ മെസ്സേജ് അവൻ കണ്ടു. ഹായ് അമ്മേ, ഇന്ന് ഞാൻ ഡാഡിക്കൊപ്പം പുറത്തായിരുന്നു. ഇപ്പോൾ നല്ല ക്ഷീണമുണ്ട്. ഞാൻ ഉറങ്ങാൻ പോട്ടെ. ഗുഡ് നൈറ്റ്. നീലിമ മകനെ ഓർത്ത് വിഷമിക്കരുതെന്ന് അവൻ കരുതിയിരുന്നു. അതുകൊണ്ടാണ് അവൻ അങ്ങനെ ഒരു സന്ദേശം അവൾക്ക് അയച്ചത്. ടാബ് മാറ്റിവെച്ച് അവൻ വീണ്ടും അശ്വിനെ തന്നെ ശ്രദ്ധിച്ചിരുന്നു. മെസ്സേജ് കണ്ട് നീലിമയ്ക്ക് സമാധാനമായി. പിന്നെ ഉറങ്ങാൻ തീരുമാനിച്ച് അവൾ കിടന്നു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് ഉറക്കം വന്നില്ല. താൻ ഉറങ്ങിയതിനു ശേഷം അവിടെ സംഭവിക്കുന്ന വിചിത്രമായ കാര്യങ്ങളൊക്കെ അവളുടെ മനസ്സിൽ നിറഞ്ഞിരുന്നു. അവൾ അതിനെപ്പറ്റി ഓർത്ത് കിടന്നുകൊണ്ടിരുന്നു. ഡോക്ടർ പറഞ്ഞതുപോലെ അത് തൻ്റെ വെറും തോന്നലായിരിക്കാൻ സാധ്യതയില്ല. സിദ്ധാർത്ഥ് ശരിക്കും റൂമിലേക്ക് വരുന്നുണ്ടാവുമോ? അതിന് ഈ റൂമിലേക്ക് കയറണമെങ്കിൽ അവൻ്റെ കീ ആവശ്യമാണല്ലോ. അതെങ്ങനെ സിദ്ധാർത്ഥിന് കിട്ടും? അവളുടെ മനസ്സിൽ ശരിക്കും ആശയക്കുഴപ്പം നിറഞ്ഞു. ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കണമെന്ന് അവൾ കരുതിയിരുന്നു. അതിനായി അവൾ ഫോണെടുത്ത് 2 മണിക്ക് അലാറം സെറ്റ് ചെയ്തു. തീർച്ചയായും അലാറത്തിൻ്റെ ശബ്ദം കേട്ട് ഉണരുമല്ലോ. അപ്പോൾ സിദ്ധാർത്ഥ് റൂമിലുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ കഴിയും. നീലിമ ഇങ്ങനെ പ്ലാൻ ചെയ്തു. എന്നാൽ സിദ്ധാർത്ഥ് ആകട്ടെ രാത്രിയിലും തൻ്റെ ജോലി തിരക്കിലായിരുന്നു. അന്ന് പകല് മുഴുവൻ അവൻ അശ്വിൻ്റെ ഒപ്പമായിരുന്നല്ലോ. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അവന് ചെയ്തു തീർക്കാൻ ബാക്കിയുണ്ടായിരുന്നു. നീലിമയോടൊപ്പമുള്ള കഴിഞ്ഞ രാത്രികൾ അവൻ ഓർമ്മയുണ്ടായിരുന്നു. അവളുടെ സുഗന്ധത്തിലും ചൂടിലും കഴിഞ്ഞ ദിവസം സുഖമായി ഉറങ്ങിയതാണ്. അതേപോലെ ഇന്നത്തെ രാത്രിയും ഉറങ്ങാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവൻ ജോലി തിരക്കിൽ വീട്ടിൽ തന്നെ കുടുങ്ങിപ്പോയി. നീലിമയാണെങ്കിൽ കൃത്യം 2 മണിക്ക് അലാറത്തിൻ്റെ ശബ്ദം കേട്ട് എഴുന്നേറ്റു. പക്ഷേ മുറിയിൽ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ശരിക്കും ഇതെല്ലാം എൻ്റെ തോന്നലുകളായിരുന്നല്ലേ? അവൾ വിഷമത്തോടെ ചിന്തിച്ചു. വീണ്ടും ഉറങ്ങാൻ ശ്രമിച്ചെങ്കിലും ആ റൂമിൽ താൻ സുരക്ഷിതയല്ലെന്ന് നീലിമയ്ക്ക് തോന്നി. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി കിട്ടുന്ന ആശ്വാസം ഇന്ന് ലഭിക്കുന്നില്ല. ആ രാത്രി ഉണർന്നും ഉറങ്ങിയും അവൾ നേരം വെളുപ്പിച്ചു. ഇതേ സമയം ആ രാത്രി മുഴുവൻ സത്യഭാമ അഞ്ജലിക്ക് കാവലിരിക്കുകയായിരുന്നു. മകൾ കണ്ണു തുറക്കുന്നത് നോക്കി അവൾ ഉറങ്ങാതിരുന്നു. രാവിലെയാണ് അഞ്ജലി മരുന്നിൻ്റെ സെഡേഷനിൽ നിന്നും ഉണർന്നത്. ആദ്യത്തെ കുറച്ചു നിമിഷം എവിടെയാണെന്ന് താനെന്ന് അഞ്ജലിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഹോസ്പിറ്റലിലാണെന്ന് മനസ്സിലായതും അവൾ ചുറ്റും നോക്കി. വിഷമത്തോടെ അരികിലിരുന്ന സത്യഭാമയെ അവൾ കണ്ടു. അഞ്ജലി അവരെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അപ്പോൾ തന്നെ അവർ കരഞ്ഞുപോയി. അമ്മ വിഷമിക്കാതെ, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. അഞ്ജലി അവരെ ആശ്വസിപ്പിച്ചു. അവർ തലയാട്ടിക്കൊണ്ട് അവൾക്ക് അല്പം വെള്ളം നൽകി. നീ എന്നെ ഇന്ന് ശരിക്കു പേടിപ്പിച്ചു, സത്യഭാമ വിഷമത്തോടെ പറഞ്ഞു. സോറി അമ്മേ, ഇനി ആവർത്തിക്കില്ല, അഞ്ജലി പറഞ്ഞു. അവൾ നല്ലൊരു മാനസികാവസ്ഥയിൽ അല്ല ഉള്ളതെന്ന് സത്യഭാമയ്ക്ക് അപ്പോൾ തോന്നി. അതുകൊണ്ട് സത്യഭാമ അവളോട് സംസാരിക്കാൻ തയ്യാറെടുത്തു. ശരി മോളെ, അപ്പോൾ നമുക്കിനി ആ ഭൈരവിനെ വേണ്ട. അമ്മയ്ക്ക് വേണ്ടി മോൾ അതനുസരിക്കില്ലേ? നിന്റെ വിവാഹം ആദ്യവുമായി ഉറപ്പിച്ചതാണ്. അതുതന്നെ, ആദ്യം നിന്നോട് നന്നായിട്ടല്ലേ പെരുമാറുന്നത്? അവൻ ആ ഭൈരവിനെ പോലെയല്ല. ഭൈരവ് കാരണമാ നീ ഇന്ന് ഈ അവസ്ഥയിൽ ഇവിടെ എത്തിയത്. എനിക്കത് ചിന്തിക്കാൻ പോലും വയ്യ. ഞാൻ ഇന്നലെ മുതൽ ഈ നേരം വരെ മരിച്ചതുപോലെയായിരുന്നു, സത്യഭാമ അസ്വസ്ഥതയോടെ പറഞ്ഞു. അമ്മ പറഞ്ഞതനുസരിക്കാൻ അവൾ തയ്യാറായിരുന്നു. പക്ഷേ ഭൈരവിൻ്റെ മുഖം ഓർമ്മയിലേക്ക് വരുമ്പോൾ അവൾക്ക് അതിന് കഴിയുന്നില്ല. അവനെ വേണമെന്ന് മനസ്സ് ശാഠ്യം പിടിക്കുന്നു. അഞ്ജലിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അമ്മേ, എനിക്കതിന് കഴിയുന്നില്ല. ഭൈരവിനെ കണ്ടതിനു ശേഷം ആദ്യം എനിക്ക് ഭർത്താവായി സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല, അവൾ കനത്ത ഹൃദയഭാരത്തോടെ പറഞ്ഞു. സത്യത്തിൽ ആദി അവൾക്ക് ചേർന്ന പുരുഷൻ തന്നെയാണ്. പക്ഷേ അവനോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ അവൾ ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയത്.
അതെല്ലാം നീലിമയോട് മത്സരിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. അതെ, വാശി ഇപ്പോൾ അവൾ ഭൈരവിൻ്റെ കാര്യത്തിലും കാണിക്കുകയാണ്. മോളെ, നീ അമ്മ പറയുന്നത് ഒന്ന് കേൾക്ക്. ഇത് ശരിയാവില്ല, സത്യഭാമ അഞ്ജലിയെ വാത്സല്യത്തോടെ നോക്കി പറഞ്ഞു. അമ്മേ പ്ലീസ്, ഈ കാര്യത്തിൽ എനിക്ക് മറ്റൊന്നും ചിന്തിക്കാൻ പറ്റില്ല. എന്നും നീലിമ കാരണം ഞാൻ വിഷമിച്ചിട്ടേ ഉള്ളൂ. ഇത് എനിക്കിപ്പോൾ കിട്ടിയൊരവസരമാണ്. എനിക്ക് ഭൈരവിലൂടെയുള്ള അവളോട് പ്രതികാരം ചെയ്യണം. അത് പറയുമ്പോൾ അഞ്ജലിയുടെ മനസ്സിൽ ക്രൂരമായ ഒരു പദ്ധതി രൂപം കൊള്ളുന്നുണ്ടായിരുന്നു. ഇതൊന്നും അറിയാതെ സത്യഭാമ പിന്നെയും മകളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇന്നലത്തെ അതേ അവസ്ഥ തന്നെയായിരുന്നു ഇന്നും. ഭൈരവിനെ കല്യാണം കഴിക്കാൻ സാധിച്ചില്ലെങ്കിൽ താൻ മരിക്കുമെന്ന് അഞ്ജലി പറഞ്ഞു. ഒടുവിൽ സത്യഭാമ അവളുടെ തീരുമാനങ്ങൾക്ക് കീഴ്പ്പെട്ടു. അവർ അഞ്ജലിക്കൊപ്പം നിൽക്കാമെന്ന് വാക്കു നൽകി. മകളുടെ വാശിക്ക് മുൻപിൽ സത്യഭാമ തീർത്തും നിസ്സഹായയായിരുന്നു. ഇതേ സമയം നീലിമയെ കണ്ട കാര്യം സൂര്യ പ്രിയങ്കയോട് പറഞ്ഞിരുന്നു. അതിന് പ്രകാരം അവൾ നീലിമയെ കാണാൻ ഭൈരവിൻ്റെ റിസോർട്ടിലെത്തി. ഇരുവരും ഒരുമിച്ച് കാപ്പി കുടിച്ചു, വിശേഷങ്ങൾ പങ്കുവച്ചു. അതിനുശേഷം ടൗണിലുള്ള മാളിലേക്ക് ഷോപ്പിങ്ങിനായി പോയി. പ്രിയങ്ക നല്ല ആവേശത്തിലായിരുന്നു. പക്ഷേ നീലിമയ്ക്ക് ഒന്നിലും ഉഷാറില്ലാത്തത് അവൾ ശ്രദ്ധിച്ചു. എന്താ പറ്റി നീലിമ മാഡം? പ്രിയങ്ക ഒരല്പം ആശങ്കയോടെ ചോദിച്ചു. ഒന്നുമില്ലടാ, ഞാൻ ഓക്കെയാണ്, നീലിമ മറുപടി നൽകി. മാഡം എന്നോട് കള്ളം പറയരുത്. നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് മുഖത്ത് എഴുതി ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കാര്യം പറയേ. മാഡം പ്രഗ്നൻ്റ് ആയിരിക്കുന്നതിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ആണോ? പ്രിയങ്ക സംശയത്തോടെ ചോദിച്ചു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ അവളോട് വ്യക്തമാക്കാൻ നീലിമ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് നിരത്തിയിട്ട വസ്ത്രങ്ങളിൽ നിന്നും ഒന്നെടുത്തവൾ പ്രിയങ്കയെ കാണിച്ചു. ഈ ഡ്രസ്സ് സൂപ്പർ അല്ലേ, നിനക്ക് നന്നായി ചേരുമെന്ന് തോന്നുന്നു. അത് ഫലം കണ്ടതുപോലെ. പിന്നെ പ്രിയങ്കയുടെ സംസാരം മുഴുവൻ ആ വസ്ത്രത്തെ പറ്റിയായി. ആ സമയത്താണ് നീലിമയുടെ ഫോൺ റിങ് ചെയ്തത്. ഫോണിൻ്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കിയതും അവളുടെ മുഖത്ത് ചെറിയൊരു അസ്വസ്ഥത നിറഞ്ഞു. എങ്കിലും അവൾ കോൾ അറ്റൻഡ് ചെയ്തിരുന്നു. ഞാൻ ഇവിടെ പ്രിയങ്കയോടൊപ്പം ഷോപ്പിങ്ങിന് വന്നതാ. മറുപുറത്തു നിന്നുള്ള ചോദ്യത്തിന് അവൾ ഉത്തരം നൽകി. ശരി, നമുക്ക് ഉടനെ കാണാം. അങ്ങനെ പറയുന്നതിനൊപ്പം നീലിമ ഫോൺ കട്ട് ചെയ്തു. ആരാ മാഡം? പ്രിയങ്ക സംശയത്തിൽ ചോദിച്ചു. അത് ഭൈരവാണ്. ലഞ്ച് നമുക്ക് ഒരുമിച്ചാവാമെന്ന് പറഞ്ഞു. ആളിവിടെ എന്നെ പിക്ക് ചെയ്യാൻ എത്തിയിട്ടുണ്ട്, നീലിമ പറഞ്ഞു. വെയിറ്റ് ഭൈരവ്, ഞാൻ ഉദ്ദേശിക്കുന്ന ആൾ തന്നെയല്ലേ? ഒരല്പം അമ്പരപ്പോടെ പ്രിയങ്ക അന്വേഷിച്ചു. നീലിമ പുഞ്ചിരിയോടെ തലയാട്ടി. അവൾ ശരിക്കും അമ്പരന്നു. ഭൈരവിനെ ടി വിയിലൊക്കെ അവൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും വലിയ ബിസിനസ്സുകാരനുമായി നീലിമയ്ക്ക് എങ്ങനെയാണ് ബന്ധം? അവൾക്ക് ആ കാര്യത്തിൽ സംശയം തോന്നി. അവർ ഷോപ്പിങ്ങിന് പെട്ടെന്ന് തീർത്ത് പുറത്തേക്ക് നടന്നു. വൈകാതെ തന്നെ ഭൈരവിൻ്റെ കാർ അവർക്ക് മുന്നിൽ വന്ന് നിന്നിരുന്നു. അത്യാഡംബരം നിറഞ്ഞ ഒരു വാഹനം തന്നെയായിരുന്നു അത്. പ്രിയങ്കയ്ക്കും നീലിമയ്ക്കും വേണ്ടി കാറിൻ്റെ ഡോർ അവൻ ഓപ്പൺ ചെയ്തു കൊടുത്തു. നീലിമ ഭൈരവിനൊപ്പം കാറിൻ്റെ ഫ്രണ്ടിലും പ്രിയങ്ക ബാക്കിലും കയറിയിരുന്നു. ഭൈരവ് ശ്രദ്ധയോടെ നീലിമയ്ക്ക് സീറ്റ് ബെൽറ്റ് ഇട്ടുകൊടുത്തു. ഇതെല്ലാം ആകാംക്ഷയോടെ പ്രിയങ്ക നോക്കിയിരുന്നു. ഭൈരവിനെ പറ്റി പല ഗോസിപ്പും കേട്ടിട്ടുണ്ട്. പക്ഷേ എപ്പോഴാണ് ഇദ്ദേഹം ഇത്രയ്ക്കും മാന്യനായത്? അവൾ ആ മനോഹരമായ മുഖത്തേക്ക് നോക്കി ചിന്തിച്ചു. എങ്കിലും ഈ മാന്യതയ്ക്കെല്ലാം പുറകിൽ ഒരു അപകടകാരി ഒളിച്ചിരിപ്പുണ്ട്. ആ യാഥാർത്ഥ്യം പ്രിയങ്കയ്ക്ക് അനുഭവപ്പെട്ടിരുന്നു. അവൾക്ക് നീലിമയെ ഓർത്ത് വിഷമം തോന്നി. വൈകാതെ 3 പേരും വലിയൊരു റെസ്റ്റോറൻറ്റിന് മുന്നിലെത്തി. ഭൈരവ് തന്നെയാണ് ഭക്ഷണം ഓർഡർ ചെയ്തതും. പ്രിയങ്ക, നീലിമ, ഈ ഫുഡ് ഓക്കെ, നിങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടമാണല്ലോ അല്ലേ? സൗമ്യമായ സ്വരത്തിൽ ഭൈരവ് അന്വേഷിച്ചു. അതെ, താങ്ക് യു, പ്രിയങ്ക പ്രതികരിച്ചു. എന്തുകൊണ്ടോ അവർക്കൊപ്പം ഭക്ഷണം കഴിക്കാൻ വരരുതായിരുന്നു എന്ന് അവൾക്ക് തോന്നി. അവർക്കിടയിൽ പ്രണയമൊന്നുമില്ല. പക്ഷേ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത മറ്റെന്തോ അടുപ്പം അവർക്കിടയിൽ ഉള്ളതായി പ്രിയങ്കയ്ക്ക് തോന്നി. അവളിൽ അസ്വസ്ഥത നിറഞ്ഞു. അതിനാൽ ആ സമയം മുഴുവൻ അവൾ ഭൈരവിനെ സൂക്ഷ്മമായി നോക്കിയിരുന്നു. നീലിമ ഭൈരവിനെ ഒരു സുഹൃത്തായാണ് പരിചയപ്പെടുത്തിയത്. അത് കേട്ടപ്പോൾ അവന് ചെറിയൊരു അസ്വസ്ഥത തോന്നിയത് പ്രിയങ്ക ശ്രദ്ധിച്ചു. കുറച്ചു നേരത്തിനുള്ളിൽ അവർ ഭക്ഷണം കഴിച്ചു തീർത്തു. അതിനുശേഷം അവരെ വഴിയിൽ വിട്ടിട്ട് ഭൈരവ് യാത്ര പറഞ്ഞു. നീലിമയും പ്രിയങ്കയും ചെറിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് മുന്നോട്ട് നടന്നു. പ്രിയങ്കയ്ക്ക് ഭൈരവിനെക്കുറിച്ച് അറിയാൻ ശരിക്കും ആകാംക്ഷയുണ്ടായിരുന്നു. അതുകൊണ്ട് നീലിമയോട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ തീരുമാനിച്ചു. മാഡം, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ? മാഡത്തിന് ആ ഭൈരവുമായി എന്താ ബന്ധം? നിങ്ങൾ എങ്ങനെയാ കണ്ടുമുട്ടിയത്? പ്രിയങ്ക ചോദിച്ചു. അതൊരു കോൺഫിഡൻസ് ആയിരുന്നു. ഇപ്പോൾ ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്, നീലിമ പറഞ്ഞു. പ്രിയങ്കയ്ക്ക് അവൾ ആഗ്രഹിച്ച ഉത്തരം കിട്ടിയില്ല. അപ്പോൾ മാഡവും സിദ്ധാർത്ഥ സാറും തമ്മിൽ എന്തായിരുന്നു? പ്രിയങ്ക ഒരു ദീർഘനിശ്വാസം എടുത്ത ശേഷം ചോദിച്ചു. അത് കേട്ട് നീലിമയ്ക്ക് അസ്വസ്ഥത തോന്നി. അവളുടെ ഹൃദയമിടിപ്പ് കൂടിയതുപോലെയും തൊണ്ട വരളുന്നതുപോലെയും അനുഭവപ്പെട്ടു. അവളുടെ ഈ ബുദ്ധിമുട്ട് പ്രിയങ്ക ശ്രദ്ധിച്ചു. മാഡത്തിൻ്റെ മനസ്സ് നന്നായി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനു മാത്രം എന്തുണ്ടായി? സിദ്ധാർത്ഥും നീലിമയും പ്രണയത്തിലായിരുന്നു. ആ കാര്യം പ്രിയങ്കയ്ക്ക് വ്യക്തമായിട്ടറിയാം. പിന്നെ എന്തായിരിക്കും അവർക്കിടയിൽ സംഭവിച്ചത്? അവൾക്കത് ഓർത്തപ്പോൾ ശരിക്കും വിഷമം തോന്നി. അവർ ഒന്നിച്ച് ജീവിക്കണമെന്ന് പ്രിയങ്കയും ആഗ്രഹിച്ചിരുന്നു. പ്രിയങ്ക, ഇതിനെപ്പറ്റി നീ എന്നോട് ഒന്നും ചോദിക്കരുത് പ്ലീസ്. ഈ തനിച്ചുള്ള ജീവിതം ഞാൻ സെലക്ട് ചെയ്തതാണ്. ഇത് ഇനി ഇങ്ങനെ തന്നെ പോവട്ടെ. എൻ്റെ കാര്യത്തിൽ എന്തുണ്ടായാലും നീ വിഷമിക്കരുത്, ഓക്കെ? നീലിമ കിതപ്പോടെ പറഞ്ഞു. പ്രിയങ്കയ്ക്ക് അവൾ പറഞ്ഞതൊന്നും മനസ്സിലായില്ല.
അതിനൊപ്പം നീലിമ കൂടുതലൊന്നും തുറന്നു പറയാൻ പോകുന്നില്ലെന്ന് പ്രിയങ്കയ്ക്ക് മനസ്സിലായി. പിന്നീട് ഒന്നും ചോദിക്കാതെ അവൾ നീലിമയ്ക്കൊപ്പം മുന്നോട്ട് നടന്നു. പക്ഷേ അപ്പോഴും നീലിമയുടെ മനസ്സ് നിറയെ സംഘർഷങ്ങളായിരുന്നു. അദ്ധ്യായം 291. ഗന്ധർവൻ. നീലിമയെ കണ്ടു പിരിഞ്ഞതിനു ശേഷം പ്രിയങ്ക നേരെ ഓഫീസിലേക്കാണ് പോയത്. ആ സമയം സൂര്യ തൻ്റെ ജോലി തിരക്കിൽ മുഴുകിയിരിക്കുന്നത് അവൾ കണ്ടു. നീലിമയെ കണ്ടതിനെപ്പറ്റി സൂര്യയോട് സംസാരിക്കണമെന്ന് അവൾ കരുതി. അതിനാൽ വേഗം തന്നെ അവൾ അവൻ്റെ അരികിലെത്തിയിരുന്നു. തൻ്റെ അരികിലെത്തിയ പ്രിയങ്കയെ അവൻ നോക്കി പുഞ്ചിരിച്ചു. ഓ, നീ ഇപ്പോഴെങ്കിലും ഒന്ന് വന്നുവല്ലോ. ഈ വർക്ക് ലോഡ് കാരണം എനിക്ക് നിന്ന് തിരിയാൻ പോലും സമയം കിട്ടിയിട്ടില്ല. ഒന്ന് ഹെൽപ്പ് ചെയ്തേ, സൂര്യ പ്രിയങ്കയോട് പറഞ്ഞു. അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ മുന്നിലായി ഇരുന്നു. അത് കണ്ട് സൂര്യ ഒരല്പം സംശയത്തോടെ പ്രിയങ്കയെ നോക്കി. എന്തുപറ്റി? നിന്റെ മുഖത്തെന്താ വല്ലാതിരിക്കുന്നേ? സൂര്യ അന്വേഷിച്ചു. ഞാൻ നീലിമ മാഡത്തെ കാണാൻ പോയിരുന്നു. എന്തോ അവർ ആകെ സ്ട്രേഞ്ച് ആയിട്ടാണ് പെരുമാറിയത്. നിങ്ങൾക്കറിയോ? അവർക്ക് ആ ഭൈരവുമായിട്ടൊക്കെ നല്ല കണക്ഷൻ ഉണ്ട്. ഇത് കേട്ടിട്ട് എന്താ തോന്നുന്നേ? പ്രിയങ്ക സംശയത്തോടെ ചോദിച്ചു. സൂര്യ ഒരല്പം അമ്പരപ്പോടെ അവളെ നോക്കി. ഈ വാർത്ത അവന് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. വാട്ട്? നീ എന്തൊക്കെയായി പറയുന്നേ? അവൻ അതിശയത്തോടെ ചോദിച്ചു. ഞാൻ അതിനെക്കുറിച്ച് അവരോട് ചോദിച്ചതാ, പക്ഷേ അവർ ഒന്നും പറഞ്ഞില്ല. നോക്കട്ടെ, മാഡത്തിനോട് ഞാനൊന്ന് സംസാരിച്ചു നോക്കാം, സൂര്യ പറഞ്ഞു. ഇരുവർക്കും നീലിമയെക്കുറിച്ച് ഒരുപോലെ ആശങ്കയുണ്ടായിരുന്നു. അവളെ വേദനിപ്പിക്കാൻ വിടാൻ അവർ ഒരുക്കമായിരുന്നില്ല. എന്തായാലും മാഡം ഇപ്പോൾ ഒട്ടും ഹാപ്പിയല്ല. പ്രിയങ്ക നീലിമയുടെ വിഷാദം നിറഞ്ഞ മുഖം ഓർത്തു പറഞ്ഞു. വിഷമിക്കാതിരിക്കെ, നമുക്ക് കാര്യങ്ങൾ ശരിയാക്കാൻ പറ്റുമോ എന്ന് നോക്കാം, സൂര്യ മറുപടി നൽകി. അത്ര മാത്രമേ ഇരുവർക്കും കഴിയുമായിരുന്നുള്ളൂ. മറ്റൊരാളുടെ ജീവിതത്തിൽ ഇടപെടുന്നതിന് ഒരു പരിധിയുണ്ടല്ലോ. ഇരുവരും നീലിമയെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് തന്നെ അവരുടെ ജോലിയിൽ പതിയെ തിരക്കിലായി. അന്ന് രാത്രി നീലിമ റിസോർട്ടിലെ റൂമിൽ കിടക്കുകയായിരുന്നു. ഇന്നത്തെ ദിവസം മുഴുവൻ അലച്ചിലായതുകൊണ്ടായിരിക്കണം അവൾക്ക് നല്ല ക്ഷീണം തോന്നിയിട്ടുണ്ടായിരുന്നു. രാത്രിയിൽ സുഖമായ ഒരു ഉറക്കം അവൾക്ക് കിട്ടിയില്ല. ആരോ തന്നെ നിരീക്ഷിക്കുന്നത് പോലെ നീലിമയ്ക്ക് പലപ്പോഴും അനുഭവപ്പെട്ടു. അതുകൊണ്ട് തന്നെ ബെഡിൽ ചെറിയൊരു അനക്കമുണ്ടായപ്പോൾ തന്നെ അവൾ ഉണർന്നു. ഒപ്പം പരിചിതമായ ഗന്ധം അവളുടെ മൂക്കിലേക്ക് തുളച്ചു കയറി. അവളിൽ ആ പഴയ ആവേശം നിറഞ്ഞു. അവൾ മെല്ലെ കണ്ണു തുറന്നു നോക്കി. തനിക്കരികിൽ ആരോ കിടക്കുന്നുണ്ട്. അത് സിദ്ധാർത്ഥാണെന്ന് ഒരു നിമിഷം കൊണ്ട് തന്നെ അവൾ മനസ്സിലാക്കി. അവൾ അനങ്ങാൻ പോലും ധൈര്യപ്പെടാതെ കണ്ണുകൾ ഇറുക്കിയടച്ചു. താൻ ഉണർന്നിരിക്കുന്ന കാര്യം അവൻ അറിയരുതെന്ന് നീലിമ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. അറിഞ്ഞാൽ തീർച്ചയായും അവൻ വീട്ടിലേക്ക് പോകാൻ നിർബന്ധിക്കും. ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കാൻ അവൾ തീരുമാനിച്ചു. അവൻ്റെ കൈകൾ അവളെ ചുറ്റിപ്പിടിച്ചിരുന്നു. നീലിമ കണ്ണുകൾ ഇറുക്കിയടച്ച് ശ്വാസത്തെ സ്വയം നിയന്ത്രിച്ചു. ആ സമയത്തൊക്കെ അവൾക്ക് അത്ഭുതം തോന്നിയിരുന്നു. ഇത്രയും ഒളിച്ചു നടന്നിട്ടും സിദ്ധാർത്ഥ് തന്നെ കണ്ടുപിടിച്ചല്ലോ. അല്ലെങ്കിലും സിദ്ധാർത്ഥിൻ്റെ കണ്ണിൽ നിന്നും അധികനാൾ മറിഞ്ഞിരിക്കാൻ തനിക്ക് കഴിയില്ല. അതെന്തുകൊണ്ടാണ് താൻ അങ്ങനെ ചിന്തിക്കാതിരുന്നത്? അവളിൽ വല്ലാത്ത വീർപ്പുമുട്ടൽ നിറഞ്ഞു. അധികം വൈകാതെ ഇവിടെ നിന്ന് പോകണം, അല്ലെങ്കിൽ ഇത്രയും നാൾ ചെയ്തതെല്ലാം വെറുതെയാകും. നീലിമയുടെ മനസ്സ് അസ്വസ്ഥമായി. സിദ്ധാർത്ഥാണെങ്കിൽ നീലിമ ഉണർന്നു കിടക്കുന്നത് മനസ്സിലാക്കിയില്ല. അവൻ അവളെ മെല്ലെ കെട്ടിപ്പിടിച്ചു. അവന് സമാധാനവും സംതൃപ്തിയും തോന്നി. അശ്വിൻ ഇപ്പോൾ കുഴപ്പമില്ല. അതുകൊണ്ട് സിദ്ധാർത്ഥ് ജോലി കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടാണ് വന്നത്. ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ അവൻ നീലിമയെ നന്നായി മിസ് ചെയ്തിരുന്നു. ഇപ്പോൾ അവളെ കൈക്കുള്ളിൽ കിട്ടിയപ്പോൾ അവൻ്റെ ഹൃദയത്തിലെ എല്ലാ ആശങ്കകളും അപ്രത്യക്ഷമായി. ഈയിടെയായി അവനും നല്ല അലച്ചിലാണ്. അതിനാൽ നീലിമയെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൻ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. പക്ഷേ ആ രാത്രി നീലിമയ്ക്ക് ഒരല്പം ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല. സിദ്ധാർത്ഥ് ഉറങ്ങിയെന്ന് മനസ്സിലായപ്പോൾ അവളുടെ മനസ്സൊന്ന് ശാന്തമായി. അവൾ അവൻ്റെ കൈക്കുള്ളിൽ അവനെ നോക്കി മുഖാമുഖം കിടന്നു. എന്നിട്ട് അവൻ്റെ മുഖത്തിലൂടെ കണ്ണുകൾ ഓടിച്ചു. അവൾ ശരിക്കും അവനെ ഒരുപാട് മിസ് ചെയ്തിരുന്നു. ഇപ്പോൾ അവളിൽ ഭയമുണ്ടായിരുന്നില്ല, മറിച്ച് ഒരാവേശം നിറഞ്ഞു. പഴയ പോലെ അവനോട് പെരുമാറാൻ അവളുടെ മനസ്സ് കൊതിച്ചിരുന്നു. എങ്കിലും അവൾ സംയമനം പാലിച്ചു. അവൾ അവൻ്റെ നെഞ്ചോട് മുഖം ചേർത്ത് വെച്ചു. അവൻ്റെ ഹൃദയത്താളം ശ്രവിച്ചുറങ്ങാതെ കിടന്നു. പുലർച്ചെ കറക്റ്റ് 5 മണിക്ക് തന്നെ സിദ്ധാർത്ഥ് ഉണർന്നിരുന്നു. നീലിമ അത് എളുപ്പം മനസ്സിലാക്കി. അവൾ തിടുക്കത്തിൽ ഉറക്കം നടിച്ചു കിടന്നു. സിദ്ധാർത്ഥ് എഴുന്നേൽക്കും മുന്നേ തന്നെ മൃദുവായി ആലിംഗനം ചെയ്യുന്നത് അവൾ അറിഞ്ഞിരുന്നു. അവൻ്റെ ചലനങ്ങളിൽ അവളെ സൂക്ഷ്മത നിറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അവൻ വന്നിട്ടും അവൾ ഉണരാതെ പോയത്. അവൾ അത് ചിന്തിച്ച നിമിഷം സിദ്ധാർത്ഥ് അവളെ ചുംബിച്ചു. മൃദുവായൊരു ചുംബനമായിരുന്നു, പക്ഷേ അത് നീലിമയുടെ മനസ്സിൽ വികാരത്തിൻ്റെ അലയൊലികൾ തീർത്തു. അവൾ കണ്ണു തുറക്കും മുന്നേ സിദ്ധാർത്ഥ് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. നീലിമയ്ക്ക് അവൻ്റെ പിന്നാലെ ഓടിപ്പോകാൻ തോന്നിയിരുന്നു. എങ്കിലും അവൾ സ്വയം നിയന്ത്രിച്ചു. മുറിയിലും ബെഡിലും എല്ലാം അവൻ്റെ ഗന്ധം നിറഞ്ഞിരിക്കുന്നത് അവൾക്ക് അനുഭവപ്പെട്ടിരുന്നു. അവൾ ആ ഗന്ധം ആഞ്ഞു ശ്വസിച്ചുകൊണ്ട് അവിടെ മുഖം അമർത്തി. പതിയെ അവൾ ഉറങ്ങിപ്പോയി. അന്ന് നല്ലപോലെ വൈകിട്ടാണ് നീലിമ ഉണർന്നത്.
അവൾക്ക് മനസ്സിന് നല്ല സുഖം തോന്നി. ഇന്നലെ രാത്രി നടന്ന സംഭവങ്ങളെക്കുറിച്ച് അവൾ വീണ്ടും ചിന്തിച്ചു. അതൊരു സ്വപ്നമല്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അവൾ കണ്ണുകളടച്ചു. സിദ്ധാർത്ഥിന്റെ മുഖം അവളുടെ മുന്നിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അവൾക്ക് അവരുടെ ആ പഴയ ജീവിതം ഓർമ്മ വന്നു. ഈ നിമിഷം സിദ്ധാർത്ഥിനൊപ്പം വീണ്ടും ജീവിച്ചു തുടങ്ങാൻ അവളിൽ മോഹം നിറഞ്ഞു. അതോടെ നീലിമ ഞെട്ടി കണ്ണുകൾ തുറന്നു. എനിക്ക് ഇതൊന്നും ഒരിക്കലും കഴിയില്ല, അവൾ സ്വയം പിറുപിറുത്തു. പിന്നെ വേഗത്തിൽ ബാത്റൂമിൽ പോയി ഫ്രഷായി. തൻ്റെതായ സാധനങ്ങളെല്ലാം അവൾ പാക്ക് ചെയ്തു. അതിനിടയിൽ നീലിമ ഭൈരവിനെ വിളിക്കാൻ മറന്നില്ല. എനിക്ക് നിങ്ങളുടെ ഒരു സഹായം ആവശ്യമുണ്ട്. മറുപുറത്ത് അവൻ ഫോൺ എടുത്തതും നീലിമ തിടുക്കത്തിൽ പറഞ്ഞു. പക്ഷേ ഭൈരവിൻ്റെ സൈഡിൽ നിന്നും ഇപ്രാവശ്യം ഞെട്ടലൊന്നുമില്ലായിരുന്നു. കാരണം അവനിപ്പോൾ ഇത് ശീലമായല്ലോ. മറിച്ചവൻ പതിയെ ചിരിക്കുന്നത് നീലിമ കേട്ടു. നീ എന്തിനാ ഭൈരവ് ചിരിക്കുന്നത്? സഹായിക്കാൻ പറ്റുമോ ഇല്ലയോ അത് പറ, അവൾ അല്പം ദേഷ്യത്തിൽ പറഞ്ഞു. ഓ, അതിനെന്താ, സഹായിക്കാലോ. പക്ഷെ നീ എനിക്കൊരു പ്രത്യുപകാരം ചെയ്യേണ്ടി വരും. അവൻ എപ്പോഴും തമാശയായിരുന്നു. പക്ഷെ നീലിമ അല്പം ജാഗരൂപയായി. ഓ, എന്താണാവോ? അവൾ അനിഷ്ടത്തോടെ അവൻ്റെ അതേ താളത്തിൽ തിരിച്ചു ചോദിച്ചു. നീ എനിക്കൊപ്പം ഒരു ഷോപ്പിങ്ങിന് വരണം, പറ്റുമോ? അവൻ ചോദിച്ചതും അവളിൽ ആശ്വാസം നിറഞ്ഞു. ഓ, ഇതാണോ? നീലിമ നിസ്സാരമായി ചോദിച്ചു. എങ്കിലും അവളുടെ മനസ്സിൽ ഒരു കൺഫ്യൂഷൻ നിറഞ്ഞിരുന്നു. ഭൈരവിനെ പോലൊരാൾ തന്നെ എന്തിന് ഷോപ്പിങ്ങിന് വിളിക്കണം? അവൾ അത്ഭുതപ്പെട്ടു. ആ, അതുതന്നെ. എൻ്റെ കൂടെ ഷോപ്പിങ്ങിന് വന്നാൽ നിന്നെ ഞാൻ സുരക്ഷിതമായൊരു സ്ഥലത്തേക്ക് മാറ്റാം, അവൻ പറഞ്ഞു. ശരി, ഞാൻ വരാം. അത്രയും പറഞ്ഞ് നീലിമ ഫോൺ വെച്ചു. അവൾക്ക് അവനെ വിശ്വാസമുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭൈരവ് അവളെ ഷോപ്പിങ്ങിന് കൂടെ കൂട്ടാൻ വന്നിരുന്നു. മുന്നോട്ടുള്ള യാത്രയിൽ അവർ അശ്വിൻ്റെ ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അധികം വൈകാതെ അവർ ഷോപ്പിംഗ് മാളിലെത്തി. ആദ്യം തന്നെ ഒരു ജ്വല്ലറിയിലേക്കാണ് ഇരുവരും കയറിയത്. നീലിമ വെറുതെ അവിടെയുള്ള സിമ്പിൾ കളക്ഷൻസ് നോക്കി നിന്നു. അതിനിടയിൽ ഭൈരവ് ഒരു ബ്രേസ്ലെറ്റ് എടുത്ത് അവരുടെ കയ്യിൽ ചേർത്ത് വെച്ചിരുന്നു. ഇതെങ്ങനെയുണ്ട്? നിന്റെ അഭിപ്രായം പറ, ഭൈരവ് വളരെ സൗമ്യമായി ചോദിച്ചു. അവൻ അത് അവളുടെ കയ്യിൽ ഇട്ടുകൊടുത്തു. നല്ലതാണ്, പക്ഷേ എനിക്കിതൊന്നും ആവശ്യമില്ല, നീലിമ അസ്വസ്ഥതയോടെ പറഞ്ഞു. ആവശ്യത്തിലധികം സഹായങ്ങൾ ഇപ്പോൾ തന്നെ അവനിൽ നിന്നും അവൾ കൈപ്പറ്റിയിട്ടുണ്ട്. അതിനിടയിൽ ഇങ്ങനെയുള്ള സമ്മാനങ്ങളൊന്നും അവർ ആഗ്രഹിച്ചിരുന്നില്ല. എന്തുപറ്റി? കുറഞ്ഞു പോയോ? ഇതിനേക്കാൾ മികച്ചത് നിനക്ക് മുന്നേ കിട്ടിയിട്ടുണ്ടോ? അതുകൊണ്ട് ഈ സമ്മാനം തീരെ ചെറുതായി പോയി എന്നാണോ ഉദ്ദേശിച്ചത്? അവൻ ചോദിച്ചത് നീലിമ ഭൈരവിനെ അതിശയത്തോടെ നോക്കി. നിങ്ങൾ ഇതെന്തൊക്കെയായി പറയുന്നത്? ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല, അവൾ അസ്വസ്ഥതയോടെ മറുപടി നൽകി. അതോടെ ഭൈരവ് ആ ബ്രേസ്ലെറ്റ് പാക്ക് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ശരിക്കും നീലിമയ്ക്ക് അത് ഇഷ്ടമായിരുന്നു. പക്ഷേ അവനിൽ നിന്നും അങ്ങനെ ഒരു ഗിഫ്റ്റ് കൈപ്പറ്റാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല. എങ്കിലും ഭൈരവിനെ വെറുപ്പിക്കേണ്ടെന്ന് അവൾ കരുതി. ഇപ്പോൾ അവനെ കൂടെ നിർത്തേണ്ടത് അവളുടെ ആവശ്യമാണ്. നീലിമ, നിനക്ക് മറ്റെന്തെങ്കിലും ഇഷ്ടമായാൽ എന്നോട് പറയണം. തൻ്റെ ടേസ്റ്റ് എന്താണെന്ന് എനിക്ക് ശരിക്കറിയില്ല. ഭൈരവ് വീണ്ടും ആഭരണങ്ങളിലൂടെ കണ്ണോടിച്ചുകൊണ്ട് പറഞ്ഞു. നീലിമ ശരിക്കും അവൻ്റെ മനസ്സിലുള്ളത് എന്താണെന്നറിയാതെ കുഴങ്ങി. എങ്കിലും അവൾ തൽക്കാലം എല്ലാം അവൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു. ഇയാൾക്ക് ബെസ്റ്റായ ഓർണമെൻറ്റ് കൊണ്ടുവരൂ. ഭൈരവ് ഒരു പുഞ്ചിരിയോടെ സെയിൽസ്മാനെ നോക്കി പറഞ്ഞു. താമസിയാതെ വളരെ അപൂർവമായതും വില കൂടിയതുമായ നിരവധി ആഭരണങ്ങൾ നീലിമയ്ക്ക് മുൻപിൽ നിരന്നു. അവൾ അതെല്ലാം കണ്ട് അമ്പരന്നു. പക്ഷെ ശരിക്കും ഇതൊന്നും ആസ്വദിക്കാനുള്ള മാനസികാവസ്ഥ അവൾക്കില്ലായിരുന്നു. അവൾ ഭൈരവിൻ്റെ പ്രവൃത്തി കണ്ട് ആശങ്കപ്പെട്ടു. എങ്കിലും കൂട്ടത്തിൽ ഏറ്റവും ചെറിയതൊന്ന് അവൾ കയ്യിലെടുത്തു. ഇതു മതി, നീലിമ പറഞ്ഞു. ഭൈരവ് ഒന്നും പറഞ്ഞില്ല. നീലിമ മാഡം. പെട്ടെന്നാണ് അവൾ പരിചിതമായൊരു ശബ്ദം കേട്ടത്. അവൾ തിരിഞ്ഞു നോക്കി. അത് പ്രിയങ്കയും സൂര്യയുമായിരുന്നു. അമിതമായി ജോലി ചെയ്തു മടുത്തപ്പോൾ ഇരുവരും വെറുതെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. കൂടാതെ പ്രിയങ്ക സൂര്യയെ നന്നായി ജോലിയിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് അവൾ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണമെന്നും അവൻ കരുതിയിരുന്നു. അങ്ങനെയാണ് അവർ ആ മാളിലെത്തിയത്. പ്രിയങ്കയ്ക്ക് ഒരു ഡയമണ്ട് മൂക്കുത്തി നോക്കണമെന്ന് പറഞ്ഞിരുന്നു. അതിനുവേണ്ടി ജ്വല്ലറിയിലേക്ക് കയറിയപ്പോഴാണ് അവർ നീലിമയെ കണ്ടത്. നിങ്ങളും ഷോപ്പിങ്ങിന് വന്നതാണോ? നീലിമ സമ്മിശ്ര വികാരങ്ങളോടെ അവരെ നോക്കി ചോദിച്ചു. അതെ, ഇത് വളരെ യാദൃച്ഛികമായി പോയല്ലോ, പ്രിയങ്ക പുഞ്ചിരിയോടെ പറഞ്ഞു. ഒപ്പം അവൾ ഭൈരവിനെ കാണുകയും ചെയ്തു. പ്രിയങ്കയ്ക്ക് ശരിക്കും അമ്പരപ്പ് തോന്നി. ഇന്നലെ ഉച്ചയ്ക്ക് കണ്ടു പിരിഞ്ഞതല്ലേ ഉള്ളൂ. വീണ്ടും ഭൈരവുമായുള്ള ഒരു കൂടിക്കാഴ്ച അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. ഭൈരവിലേക്കുള്ള പ്രിയങ്കയുടെ നോട്ടം നീലിമ ശ്രദ്ധിച്ചിരുന്നു. നിങ്ങളും ഗോൾഡ് വാങ്ങാൻ വന്നതാണോ? പ്രിയങ്ക ഭൈരവിനോട് ചോദിച്ചു. അത് പിന്നെ ഞാനും നീലിമയും ഇവിടെ വെച്ചാണ് കണ്ടത്. എല്ലാവരും ഒരുമിച്ച് മീറ്റ് ചെയ്ത സ്ഥിതിക്ക് നമുക്കൊരു കോഫി കുടിച്ചാലോ? ചെറിയൊരു പുഞ്ചിരിയോടെ ഭൈരവ് ചോദിച്ചു. അവർക്കത് സമ്മതിക്കുകയല്ലാതെ തരമില്ലായിരുന്നു. 4 പേരും മോളിലെ കഫേ ലക്ഷ്യമാക്കി നടന്നു. പലരും അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, പ്രത്യേകിച്ചും സൂര്യയെ. പലരും ആവേശത്തോടെ അവൻ്റെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. നീലിമയ്ക്ക് നല്ല അസ്വസ്ഥത തോന്നി. അവൾ പരമാവധി മുഖം കുനിച്ച് മുന്നോട്ട് നടന്നു. കഫേയിൽ അധികം തിരക്കില്ലാത്ത ഒരിടത്ത് 4 പേരും സ്ഥാനം പിടിച്ചു. സൂര്യയ്ക്ക് ഭൈരവിനെ പരിചയമുണ്ട്. ഭൈരവിനെ സിദ്ധാർത്ഥിനോടുള്ള വൈകാര്യത്തെപ്പറ്റിയും സൂര്യയ്ക്കറിയാം. അതുകൊണ്ട് സൂര്യ അവനോട് സംസാരിക്കാൻ മടിച്ചു. പക്ഷേ നീലിമയും പ്രിയങ്കയും നല്ല സംസാരത്തിലായിരുന്നു. അതിനിടയിൽ നീലിമ ഭൈരവ് വാങ്ങിയ ബ്രേസ്ലെറ്റ് പ്രിയങ്കയെ കാണിച്ചു. ഞാൻ കുറച്ച് ആഭരണങ്ങൾ എടുക്കാൻ വന്നതാണ്, നീലിമ പറഞ്ഞു. പ്രിയങ്കയുടെ കണ്ണുകൾ ആ മനോഹരമായ ആഭരണത്തിലായിരുന്നു. ഈ ആഭരണം ഭൈരവ് മാഡത്തിന് സമ്മാനിച്ചതാകും.
ഇവിടെ വെച്ച് യാദൃച്ഛികമായി കണ്ടുമുട്ടിയതാണെന്ന് ഭൈരവ് പറഞ്ഞത് കള്ളമാകും. ചിലപ്പോൾ അവർ ഒരുമിച്ചാണ് വന്നതെങ്കിലോ? പ്രിയങ്കയുടെ മനസ്സിൽ അങ്ങനെ 100 കൂട്ടം ചിന്തകൾ ഓടി നടന്നു. ഒപ്പം അവൾ അത്ഭുതത്തോടെ സൂര്യയെ നോക്കി. ഇരുവരും കണ്ണുകൾ കൊണ്ട് സംസാരിച്ചു. അത് ഭൈരവ് ശ്രദ്ധിച്ചിരുന്നു. അവനിൽ ഒരു പുച്ഛം നിറഞ്ഞു. എങ്കിലും അതവൻ പുറത്തേക്ക് പ്രകടിപ്പിച്ചില്ല. ഈ ജ്വല്ലറി കാര്യത്തിൽ നീലിമയുടെ ടേസ്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല. പ്രിയങ്കയ്ക്ക് വല്ല ഐഡിയയുമുണ്ടോ? പെട്ടെന്നാണ് ഭൈരവ് ചോദിച്ചത്. അത് കേട്ട് അവൾ ചമ്മൽ തോന്നി. ആക്ച്വലി ഞാൻ മാഡത്തിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നുവെങ്കിലും ഇതിനെ പറ്റിയൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല. പക്ഷേ മാഡത്തിന് കുഴപ്പമില്ലെങ്കിൽ ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. പ്രിയങ്ക സംശയത്തോടെ ഭൈരവിനെയും നീലിമയെയും മാറി മാറി നോക്കി. നീ എന്താണെങ്കിലും പറഞ്ഞോ, ഞാൻ എപ്പോഴേക്കും ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. നീലിമ അതും പറഞ്ഞ് എഴുന്നേറ്റ് അവിടെ നിന്നും പോയി. ഇടയ്ക്ക് സൂര്യയും എന്തോ ഒഴിവുകഴിവ് പറഞ്ഞ് ഭൈരവിനെയും പ്രിയങ്കയെയും തനിച്ചാക്കിയിട്ട് അവിടെ നിന്നും മാറി. ഭൈരവും പ്രിയങ്കയും ടേബിളിൻ്റെ ഇരുവശത്തായി ഇരിക്കുകയാണ്. അവർക്കിടയിൽ ഒരു സുഖമില്ലാത്ത അന്തരീക്ഷം നിറഞ്ഞിരുന്നു. ഭൈരവ് സാർ, ഞാനൊരു കാര്യം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. സിദ്ധാർത്ഥും നിങ്ങളും തമ്മിലുള്ള പ്രശ്നത്തിനിടയിലേക്ക് എന്തിനാ നീലിമ മാഡത്തെ വലിച്ചയച്ചത്? ഇത് ശരിക്കും അവരോട് ചെയ്യുന്ന ദ്രോഹമല്ലേ? പ്രിയങ്ക പതിയെ ഒരു സംസാരത്തിന് തുടക്കമിട്ടു. ഞാനും നീലിമയും ഇപ്പോൾ ഒരുമിച്ചാണ്. അതിനിപ്പോൾ ആർക്കാ വിഷമം? ഒരു പുഞ്ചിരിയോടെ ഭൈരവ് പ്രതികരിച്ചു. പ്രിയങ്ക അത് വിശ്വസിച്ചില്ല. മുന്നിലിരിക്കുന്നവൻ ഒരു കൗശലക്കാരനായ കുറുക്കനാണെന്ന് അവൾക്ക് തോന്നി. നോ നെവർ, ഞാൻ ഇതൊരിക്കലും വിശ്വസിക്കില്ല. പ്രിയങ്ക പറഞ്ഞു. അത് സാരമില്ല, എനിക്ക് തന്നെ വിശ്വസിപ്പിക്കേണ്ട ആവശ്യവുമില്ല. വേണമെങ്കിൽ വിശ്വസിച്ചോ, വേണ്ടെങ്കിൽ വേണ്ട. അവൻ നിസ്സാരമായി മറുപടി നൽകി. അവൻ്റെ അലക്ഷ്യമായ മറുപടി കേട്ട് പ്രിയങ്കയ്ക്ക് ദേഷ്യം വന്നു. നിങ്ങൾ കാരണം ഒരിക്കലും മാഡം സങ്കടപ്പെടേണ്ടി വരരുത്. അത് നല്ലതിനാവില്ല. അവളൊരു മുന്നറിയിപ്പ് പോലെ ഭൈരവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. ഓ, താങ്ക്സ് ഫോർ ദി വാണിംഗ്. അവൻ പ്രിയങ്കയെ പരിഹസിച്ചു. സാധാരണ മറ്റൊരാൾ ഭീഷണിപ്പെടുത്തുന്നത് അവന് ഇഷ്ടമല്ലാത്തതാണ്. പക്ഷേ ഇവിടെ പ്രിയങ്കയോട് ഒന്നും പറയരുതെന്ന് അവൻ തീരുമാനിച്ചു. അവൻ നിശബ്ദനായി കാപ്പി കുടിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നു. ഇതേ സമയം നീലിമ വാഷ്റൂമിൽ നിന്നും പുറത്തിറങ്ങി. അപ്പോഴാണ് അവൾ കോറിഡോറിൽ സൂര്യ നിൽക്കുന്നത് കണ്ടത്. അവൻ്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞിരുന്നു. ഇപ്പോൾ അവന് മനസ്സിലാക്കാൻ കഴിയാത്ത കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടായിരുന്നു അവിടെ. അതിനെക്കുറിച്ച് നീലിമയോട് പേഴ്സണലി സംസാരിക്കാൻ അവൻ ആഗ്രഹിച്ചു. നീലിമ അവൻ്റെ ബോസാണ്. അതുപോലെ ഇരുവരും നല്ല സുഹൃത്തുക്കളുമാണ്. സൂര്യ അവളെ സഹോദരിക്ക് തുല്യമായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് അവളോട് ചോദിച്ചറിയാൻ സൂര്യയ്ക്ക് മടി തോന്നിയില്ല. നീ എന്താ ഇവിടെ? നീലിമ അവനെ നോക്കി ചോദിച്ചു. അതിനു മറുപടിയായി സൂര്യ അവളെയും കൊണ്ട് കുറച്ച് മാറി നിന്നു. ഇനി പറ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? മാഡത്തിൻ്റെ ഭൈരവിനൊപ്പമുള്ള കണ്ട കാര്യം പ്രിയങ്ക എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ അത് വിശ്വസിച്ചില്ല. മാഡത്തിന് ഭൈരവുമായി എന്താ ബന്ധം? അയാൾ ആള് ശരിയല്ല മാഡം. നിങ്ങൾക്കിതൊന്നും അറിയില്ലേ? സൂര്യ ആശങ്കയോടെ അവളെ നോക്കി ചോദിച്ചു. സൂര്യ, എന്നോട് ഇതിനെപ്പറ്റി ഇപ്പോൾ ഒന്നും ചോദിക്കരുത്. ഞാൻ പിന്നൊരിക്കൽ നിന്നോട് എല്ലാ കാര്യങ്ങളും വിശദമായി പറയാം. നീലിമ നിസ്സഹായതയോടെ അവനോട് പറഞ്ഞു. മാഡം, നിങ്ങൾ ഭൈരവുമായി റിലേഷൻഷിപ്പിലാണോ? സിദ്ധാർത്ഥൻ സാറിന് എന്തു പറ്റി? അദ്ദേഹം വേറെ വിവാഹം കഴിക്കാൻ പോകുകയാണെന്നറിഞ്ഞല്ലോ. അതിനെ പറ്റിയെങ്കിലും എനിക്കറിയണം, സൂര്യ പറഞ്ഞു. പ്ലീസ് സൂര്യ. അതിന് മറുപടി നൽകാൻ അവൾ സമ്മതമല്ലാത്ത പോലെ അപേക്ഷിച്ചു. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒന്നും ഉണ്ടായിരുന്നില്ലേ? വിദൂരതയിലേക്ക് നോക്കിക്കൊണ്ട് നിർവികാരതയോടെ സൂര്യ ചോദിച്ചു. ഞങ്ങൾ ഇനി ഒരിക്കലും ഒന്നിച്ചു ജീവിക്കില്ല സൂര്യ, അവൾ ശക്തമായ സ്വരത്തിൽ പറഞ്ഞു. ഒപ്പം അവന് മുന്നിൽ തിരിഞ്ഞു മുന്നോട്ട് നടന്നു. സൂര്യയ്ക്ക് അവളെ ഓർത്ത് വിഷമവും ആശങ്കയും തോന്നി. പക്ഷേ നിശബ്ദമായി നോക്കി നിൽക്കാൻ മാത്രമേ അവന് കഴിഞ്ഞുള്ളൂ. അതിനിടയിൽ അവൾ തിരിഞ്ഞു ഭൈരവ് അങ്ങോട്ടേക്ക് വന്നത് അവൻ കണ്ടു. അവളോട് അവൻ എന്തോ സംസാരിക്കുന്നുണ്ട്. മുന്നോട്ടേക്ക് നടക്കുന്നതിനിടയിൽ ഭൈരവിൻ്റെ കണ്ണുകൾ സൂര്യയിൽ എത്തി നിന്നു. ആ സമയത്തും ഭൈരവിൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അധ്യായം 293. മനീഷിന് കഴിയുമോ? നീലിമ മനീഷ് അയച്ച ലൊക്കേഷനിലേക്ക് വൈകാതെ തന്നെ പുറപ്പെട്ടു. ഭൈരവ് ഓഫീസിൽ പോയ സമയത്താണ് അവൾ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. കുറച്ചു നേരത്തിനുള്ളിൽ നീലിമ കോഫി ഷോപ്പിലെത്തിയിരുന്നു. ദൂരെ നിന്ന് മനീഷിനെ അവൾ കണ്ടു. മിസ്സിസ് സിദ്ധാർത്ഥ്, നമ്മൾ ഒരുപാട് കാലമായല്ലോ കണ്ടിട്ട്. അങ്ങനെ പറയുന്നതിനൊപ്പം മനീഷ് അവൾക്ക് ഇരിക്കാൻ ഒരു ചെയർ അറേഞ്ച് ചെയ്തു കൊടുത്തു. അവൻ മനഃപൂർവ്വമാണ് അവളെ അത്തരത്തിൽ അഭിസംബോധന ചെയ്തത്. നീലിമയ്ക്ക് ആ പറഞ്ഞത് തിരുത്താൻ തോന്നി. സത്യത്തിൽ നിയമപരമായി അവൾ സിദ്ധാർത്ഥിൻ്റെ ഭാര്യ തന്നെയാണ്. എന്നിട്ടും അവൾ അത് അംഗീകരിക്കാൻ മനസ്സ് കാണിച്ചില്ല. എനിക്കിപ്പോൾ സിദ്ധുവുമായി യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ എന്നെ നീലിമ എന്ന് വിളിച്ചോളൂ, അവൾ പറഞ്ഞു. ഓക്കെ മാഡം, നിങ്ങൾ ആവശ്യപ്പെടുന്നത് പോലെ തന്നെ ചെയ്യാം. തൽക്കാലം ഞാൻ നിങ്ങളെ മാഡം എന്ന് തന്നെ വിളിക്കാം, ഒരു പുഞ്ചിരിയോടെ മനീഷ് പറഞ്ഞു. നീലിമ ഒന്നും മിണ്ടിയില്ല. മാഡം, നിങ്ങളും ബോസും തമ്മിൽ എന്താ പ്രശ്നമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തെ രക്ഷിക്കാൻ നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. അതിനുവേണ്ടിയാണ് ഞാൻ മാഡത്തിനെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത്, മനീഷ് പറഞ്ഞു. നീലിമ അവനെ സംശയത്തോടെ നോക്കി. മാഡത്തിന് അദ്ദേഹം വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കാണിക്കുന്ന ക്രൂരത ഒന്ന് അവസാനിപ്പിക്കാമോ? മനീഷ് ദയനീയമായി ചോദിച്ചു. നീലിമയുടെ ഹൃദയം വിങ്ങി. നെഞ്ചിൽ കത്തിത്തറഞ്ഞു കയറുന്ന വേദന തോന്നി അവൾക്ക്. ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത്? എനിക്ക് സിദ്ധുവുമായി യാതൊരു ബന്ധവുമില്ല, അവൾ ഭാവഭേദമില്ലാതെ പ്രതികരിച്ചു. മനീഷ് അവളെ അവിശ്വസനീയതയോടെ നോക്കി.
നിങ്ങൾ കാരണമാണ് ബോസ് ഇങ്ങനെയായത്. എന്നിട്ടും ഇത്ര ഹാർട്ട്ലെസ് ആയി പെരുമാറാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? അവനത് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഞാനും സിദ്ധുവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കുറഞ്ഞ വാക്കുകളിലോ ഒറ്റ വാചകത്തിലോ വിശദീകരിക്കാൻ കഴിയില്ല. ആ ബന്ധത്തെ നിങ്ങൾ ബഹുമാനിക്കണമെന്ന് ഞാൻ കരുതുന്നു, നീലിമ പെട്ടെന്ന് പറഞ്ഞു. ഒപ്പം വികാരങ്ങൾ നിയന്ത്രിക്കാൻ അവൾ ദീർഘനിശ്വാസം എടുത്തു. പിന്നെ സിദ്ധാർത്ഥിൻ്റെ വിഷമവും സന്തോഷവും എന്നെ അഫക്റ്റ് ചെയ്യില്ല. പക്ഷേ അച്ചു എൻ്റെ കുട്ടിയാണ്. അവനെ സിദ്ധുവിൻ്റെ അരികിൽ നിന്നും എനിക്ക് തിരികെ കിട്ടണം. അതിനെക്കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ നമുക്കിത് തുടരാം. അവൾ ഹൃദയം കല്ലാക്കിക്കൊണ്ട് പറഞ്ഞു. മനീഷ് നിശബ്ദതയോടെ അവളെ ഉറ്റുനോക്കി. ഇനി എന്തേലും ഉണ്ടോ? ഇല്ലെങ്കിൽ എനിക്ക് പോകണം. നീലിമ അധികം സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞു. മനീഷിന് എന്ത് പറയണമെന്ന് മനസ്സിലായില്ല. അവൻ വെറുതെ ടേബിളിൽ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് നീലിമയുടെ കയ്യിൽ കിടക്കുന്ന മോതിരം അവൻ കണ്ടത്. ഇത് ആ മോതിരമല്ലേ? നിങ്ങളുടെ വെഡ്ഡിംഗ് റിംഗ്. ഇത് നിങ്ങൾ ഇതുവരെ ഉപേക്ഷിച്ചില്ലേ? അതിനർത്ഥം മാഡത്തിന് ഇപ്പോഴും ബോസിനോട് ഇഷ്ടമുണ്ടെന്നല്ലേ? മനീഷ് പ്രതീക്ഷയോടെ ചോദിച്ചു. റിങ്ങിലൊക്കെ എന്ത് കാര്യമുണ്ട്? ഇത് വെറും ഒരു ലോഹമല്ലേ? ഞാനും സിദ്ധുവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവസാനിച്ചു കഴിഞ്ഞു. അവനിപ്പോൾ മറ്റൊരു വിവാഹം കഴിക്കാൻ പോകുന്നു. എന്തായാലും അദ്ദേഹത്തോട് എൻ്റെ ആശംസകൾ അറിയിക്കണം, നീലിമ ശാന്തമായി പറഞ്ഞു. അപ്പോൾ മാഡത്തിന് ബോസുമായി എന്താണ് ബന്ധം? നിങ്ങൾ ഒരിക്കൽ പോലും ബോസിനെ സ്നേഹിച്ചിരുന്നില്ലേ? എന്നിട്ടും നിങ്ങൾക്ക് എങ്ങനെയാണ് മറ്റൊരു സ്ത്രീക്ക് അദ്ദേഹത്തെ വിട്ടുകൊടുക്കാൻ പറ്റുന്നത്? മനീഷ് വിഷമത്തോടെ ചോദിച്ചു. ഏയ്, ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്കിപ്പോൾ സിദ്ധുവുമായി യാതൊരു ബന്ധവുമില്ല എന്നതാണ്. അദ്ദേഹം ആരെ വിവാഹം കഴിച്ചാലും എനിക്കൊരു കുഴപ്പവുമില്ല. ഭാവിയിൽ എന്നെ തേടി വരരുത്, അത്രമാത്രം, നീലിമ പറഞ്ഞു. ഒപ്പം അവൾ അവിടെ നിന്നും എഴുന്നേൽക്കാൻ ഒരുങ്ങി. മനീഷിന് പരിഭ്രാന്തി നിറഞ്ഞു. മാഡം, ഒരു നിമിഷം, നിങ്ങളോട് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. മനീഷ് വെപ്രാളം കാണിച്ചു. അച്ചുവിനെ കുറിച്ചാണെങ്കിൽ നമുക്ക് സംസാരിക്കാം, ഇല്ലെങ്കിൽ എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക്, നീലിമ പറഞ്ഞതും അവൻ തലയാട്ടി. ഒപ്പം അച്ചുവിന് സംഭവിച്ച കാര്യങ്ങൾ അവൻ നീലിമയോട് വിശദമായി പറഞ്ഞുകൊടുത്തു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അവളിൽ അവിശ്വസനീയതയും ആശങ്കയും നിറഞ്ഞു. പക്ഷേ ഇപ്പോൾ അച്ചുവിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട. അധികം വൈകാതെ തന്നെ ബോസ് അച്ചുവിനെ ഉപദ്രവിച്ച ആളെ കണ്ടെത്തും, മനീഷ് പറഞ്ഞു. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്തായാലും നമ്മൾ വീണ്ടും കാണുമ്പോഴേക്കും അച്ചുവിനെ ശ്രദ്ധിക്കും, അത്രമാത്രം പറഞ്ഞ് നീലിമ പോകാനായി ഒരുങ്ങി. മനീഷിന് ശരിക്കും നിരാശ തോന്നി. വിചാരിച്ചതുപോലെ അയാൾക്കൊന്നും ചെയ്യാനായില്ല. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, അച്ചു അവിടെ സുരക്ഷിതനായിരിക്കും. ഇനി നിങ്ങളെ ഞാൻ ഒന്നിൻ്റെ പേരിലും ബുദ്ധിമുട്ടിപ്പിക്കില്ല, മനീഷ് ഹൃദയഭാരത്തോടെ പറഞ്ഞു. നീലിമ ഒന്നും മിണ്ടിയില്ല. അവൾ പോകാനായി ഒരുങ്ങി. അപ്പോൾ തന്നെ മനീഷ് അവളുടെ മുന്നിലേക്ക് ഒരു ഫോട്ടോ നീക്കി വെച്ചിരുന്നു. എന്നിട്ട് ആദ്യം അവൻ തന്നെ അവിടെ നിന്നും പോയി. നീലിമ ഫോട്ടോയിലേക്ക് ആകാംക്ഷയോടെ നോക്കി. നീലിമയും സിദ്ധാർത്ഥും അശ്വിനും കൂടെയുള്ള ഒരു കുടുംബ ഫോട്ടോ ആയിരുന്നു അത്. സന്തോഷം നിറഞ്ഞ അശ്വിൻ്റെയും നീലിമയുടെയും മുഖം. വളരെ അപൂർവമായി വിരിയുന്ന ഒരു പുഞ്ചിരി സിദ്ധാർത്ഥിൻ്റെ ചുണ്ടിലും ഉണ്ടായിരുന്നു. നീലിമയുടെ കണ്ണുകൾ പതിയെ നിറഞ്ഞൊഴുകി. അവൾ ആ ഫോട്ടോ കയ്യിലെടുത്തു. വിരലുകൾ ബോധമില്ലാത്തതുപോലെ സിദ്ധാർത്ഥിൻ്റെ സുന്ദരമായ മുഖത്ത് തഴുകി. ആ സമയം ശരിക്കും നീലിമയ്ക്ക് അവളുടെ ഹൃദയം സഹിക്കാൻ കഴിയാത്ത വിധം വേദനിച്ചു. സിദ്ധാർത്ഥിനെ അവൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. അവനോടൊപ്പമുള്ള സന്തോഷകരമായ ജീവിതത്തിലേക്ക് മടങ്ങാൻ അവൾക്ക് ആഗ്രഹമുണ്ട്. ഈ രണ്ട് കാര്യവും ആ നിമിഷം അവൾക്ക് സമ്മതിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ കണ്ണുനീർ ആ ഫോട്ടോ നനച്ചിരുന്നു. അവൾ ഒന്നും മിണ്ടാതെ ആ ഫോട്ടോയും കൊണ്ട് തിടുക്കത്തിൽ പുറത്തേക്കിറങ്ങി. കണ്ണുകൾ നിറഞ്ഞ് അവൾക്ക് പലപ്പോഴും മുന്നോട്ടുള്ള കാഴ്ച മങ്ങിയിരുന്നു. ഭൈരവിൻ്റെ വീട്ടിലേക്ക് തിരികെ എത്തിയപ്പോൾ നേരം ഇരുട്ടിയിരുന്നു. അവൾ കണ്ടതും അവിടുത്തെ സർവൻറ്റിൻ്റെ മുഖം പ്രകാശിച്ചു. എൻ്റെ പൊന്നു മാഡം, നിങ്ങൾ എവിടെയായിരുന്നു? ഞങ്ങൾ ശരിക്കും ടെൻഷനിലായി. സാർ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്, ആ സ്ത്രീ നീലിമയെ നോക്കി പറഞ്ഞു. അവൻ എന്തിനാ എന്നെ കാത്തിരിക്കുന്നു? നീലിമ ചോദിച്ചു. അവളുടെ പ്രതികരണം കേട്ട് സർവൻറ്റിന് ശരിക്കും ഞെട്ടിയിരുന്നു. അപ്പോഴാണ് ഭൈരവ് അങ്ങോട്ടേക്ക് വന്നത്. അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. നിനക്ക് എന്നെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നോ? നീലിമ അവനെ നോക്കി ചോദിച്ചു. താൻ എന്താ അങ്ങനെ ചോദിച്ചത്? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തന്നെ അന്വേഷിക്കും, അവൻ ദേഷ്യത്തിൽ ചോദിച്ചു. അവൻ്റെ ഈ പ്രതികരണം അവളെ അത്ഭുതപ്പെടുത്തി. ഭൈരവ്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? നീലിമയുടെ ചോദ്യം കേട്ടതും അവൻ്റെ മുഖം മാറി. അതെ, ഞാൻ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഒപ്പം അവൻ സ്വയം ചോദിച്ചു, എന്തുകൊണ്ടാണ് പെട്ടെന്ന് തൻ്റെ വികാരം നിയന്ത്രിക്കാൻ തനിക്ക് കഴിയാത്തതെന്ന് അവൻ അത്ഭുതപ്പെട്ടു. എങ്കിലും ചില ചിന്തകൾ കാരണം അവൻ്റെ മനസ്സ് വീണ്ടും കലുഷിതമായി. സിദ്ധാർത്ഥിൻ്റെ അസിസ്റ്റന്റിനെ കാണാൻ നീലിമയ്ക്ക് എങ്ങനെ ധൈര്യം വന്നു? സിദ്ധാർത്ഥുമായി അടുപ്പമുള്ള ആരുമായും അവൾ ഒരു തരത്തിലുള്ള ബന്ധവും പുലർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് അവൾക്കറിയില്ലേ? അവൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എനിക്ക് പോലും അവളെ രക്ഷിക്കാൻ കഴിയില്ല. ആ തരത്തിലുള്ള പ്രശ്നത്തിൽ അവൾ സ്വയം അകപ്പെട്ടേക്കാം. അവൻ സ്വയം ആ ചോദ്യം ചോദിച്ചു. പിന്നെ ഉത്തരം കണ്ടെത്തി. ഞാൻ എന്തിനാ ദേഷ്യപ്പെടുന്നതെന്ന് നിനക്കറിയില്ലേ? ആവശ്യമില്ലാത്ത പ്രശ്നത്തിൽ പോയി ചാടിയാൽ പിന്നെ എന്നെ നോക്കണ്ട, അവൻ വീണ്ടും ദേഷ്യത്തിൽ പറഞ്ഞു. ഭൈരവ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ഒരു ദീർഘനിശ്വാസം എടുത്തു. ഇനി ആവർത്തിക്കില്ല, അവൾ പറഞ്ഞു. ഉണ്ടായില്ലെങ്കിൽ തനിക്ക് നല്ലത്. സിദ്ധാർത്ഥ് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ പോകുന്നു, അത് തനിക്കറിയാലോ. അവൻ്റെ വാക്കുകളിൽ പരിഹാസം നിറഞ്ഞിരുന്നു.
നീലിമയുടെ ചുണ്ടുകൾ വിറച്ചു. അതുവരെ അടക്കി നിർത്തിയ ഹൃദയവേദന വീണ്ടും ശക്തമായതുപോലെ അവൾക്ക് തോന്നി. ഇത് ശരിക്കും ലാസ്റ്റാണ്, അവൾ വികൃതമായ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. പിന്നെ മുകളിലേക്ക് കയറിപ്പോയി. ആ സമയം അവളുടെ മനസ്സ് സിദ്ധാർത്ഥിനു വേണ്ടി വാശി പിടിക്കുന്നത് തളർച്ചയോടെ അവൾ അറിയുന്നുണ്ടായിരുന്നു. ഭൈരവാണെങ്കിൽ അവൾ കൺമുന്നിൽ നിന്നും പോയപ്പോഴാണ് പറഞ്ഞതുപോയതിനെ പറ്റി ചിന്തിച്ചത്. സത്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവന് അവളോട് സംസാരിക്കാനുണ്ടായിരുന്നു. പക്ഷേ ദേഷ്യം കൊണ്ട് തൻ്റെ വാക്കുകൾ ഇത്രയും മൂർച്ചയേറി പുറത്തേക്ക് വരുമെന്ന് അവൾ കരുതിയില്ല. പക്ഷേ ഭൈരവിന് അതിൽ പ്രത്യേകിച്ച് കുറ്റബോധമൊന്നും തോന്നിയില്ല. എങ്കിലും മനസ്സിൽ വിചിത്രമായ ഒരു ഭാരം നിറഞ്ഞത് അവൻ അറിഞ്ഞു. അതെന്തുകൊണ്ടാണ്? അവനിൽ നിരാശ നിറഞ്ഞു. അമർഷവും ദേഷ്യവും കൊണ്ട് അവൻ മുഷ്ടി ചുരുട്ടി. പിന്നെ അവിടെയുള്ള ഒരു ഗ്ലാസ് ടേബിളിൽ ഇടിച്ചു. അത് തകർന്നു വീണ ശബ്ദത്തിലും അവൻ്റെ മുഖത്തെ ഭാവത്തിലും അവിടുത്തെ ജോലിക്കാർ ഞെട്ടി. അവരിൽ ഭയം നിറഞ്ഞു. അവൻ്റെ അടുത്തേക്ക് പോകാൻ പോലും ആർക്കും ധൈര്യം വന്നില്ല. ഇതേ സമയം ലാവണ്യ വിവാഹ വാർത്ത അറിഞ്ഞതു മുതൽ അത്യധികം സന്തോഷത്തിലായിരുന്നു. പക്ഷെ നീലിമയുടെ കാര്യത്തിൽ അവൾക്ക് ആശങ്കയുണ്ട്. പക്ഷേ ഹേമന്ത് അവളെ ശ്രദ്ധിക്കുന്നതിനാൽ അക്കാര്യത്തിൽ അവൾക്കൊന്നും ചെയ്യാനായില്ല. പക്ഷെ വൈകാതെ വിവാഹമല്ലേ, അത് കഴിഞ്ഞാൽ പിന്നെ ആരെയും ഭയക്കേണ്ട കാര്യമില്ലല്ലോ. അവളിൽ ആവേശം നിറഞ്ഞു. പക്ഷെ പതിയെ അവളുടെ മുഖം മാറി. വിവാഹം ഒഫീഷ്യലി അനൗൺസ് ചെയ്തു. പക്ഷെ സിദ്ധു ഇതുവരെ എന്നെ കാണാൻ വന്നില്ലല്ലോ. പിന്നെ ഫോട്ടോസ് എടുത്തില്ല, വെഡ്ഡിംഗ് റിംഗ് വാങ്ങിയില്ല, ആകെ ഡ്രസ്സ്, ഒട്ടനവധി കാര്യങ്ങളില്ലേ. അവൻ നിരാശയോടെ ചിന്തിച്ചു. ഒടുവിൽ അവൾ സിദ്ധാർത്ഥിനെ കാണാൻ പോകാൻ തീരുമാനിച്ചു. ഒപ്പം അവനൊരു സർപ്രൈസ് ഒരുക്കാനും അവൾ തീരുമാനിച്ചു. അതിനുവേണ്ടി ജോലിക്കാരിൽ ഒരാളെ വേഗത്തിൽ നിയോഗിച്ചു. ശേഷം ഷെൽഫിൽ നിന്നും ഒരു മികച്ച വസ്ത്രം തന്നെ എടുത്തു ധരിച്ചു. നന്നായി ഒരുങ്ങി. സ്വയം സംതൃപ്തി തോന്നിയപ്പോൾ ബാഗും എടുത്ത് അവൾ വീട്ടിൽ നിന്നും ഇറങ്ങി. കൂടെ അസിസ്റ്റന്റിനെയും കൂട്ടി. അവരുടെ കയ്യിൽ അധികം കട്ടിയില്ലാത്തൊരു ഗിഫ്റ്റ് പാക്കും ഉണ്ടായിരുന്നു. അധികം വൈകാതെ അവൾ സിദ്ധാർത്ഥിനെ ഓഫീസിലെത്തിയിരുന്നു. അവൾ അഹങ്കാരത്തോടെ സെക്യൂരിറ്റീസിനെ നോക്കി. അവർ നിശബ്ദരായി അവൾക്ക് വഴിമാറി കൊടുത്തു. അവളോട് വെറുപ്പ് ഉള്ളിലുണ്ടെങ്കിലും മുഖത്തവർ ആദരവ് വരുത്തി തീർത്തു. അവൾ ചിരിച്ചുകൊണ്ട് സിദ്ധാർത്ഥിൻ്റെ ഓഫീസ് റൂമിലേക്ക് പോയി. ഡോറിൽ പതിയെ തട്ടി നോക്കി. പക്ഷേ മറുപടിയൊന്നും കിട്ടിയില്ല. അതോടെ ഡോറിൽ അവൾ ചെവി ചേർത്ത് വെച്ചു. അകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. ആ നിമിഷം തന്നെ ആ ഡോർ തുറക്കപ്പെട്ടു. മുന്നിൽ സിദ്ധാർത്ഥ് വന്നു നിന്നു. അവൾക്ക് ഒരല്പം നാണക്കേട് തോന്നാതിരുന്നില്ല. അവൻ എന്ത് വിചാരിച്ചു കാണും? കൂടാതെ അസിസ്റ്റന്റ് കണ്ട ചമ്പൽ വേറെയും. നീ ഇവിടെ ഉണ്ടായിരുന്നല്ലേ സിദ്ധു? അവൾ വിളറി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അവൻ അവളെ തന്നെ ഉറ്റുനോക്കി നിന്നതല്ലാതെ മറുപടി ഒന്നും നൽകിയില്ല. അവൻ്റെ വികാരങ്ങൾ വായിക്കാൻ അവൾക്ക് പ്രയാസമായിരുന്നു. അതേപോലെ അവൻ്റെ കണ്ണിൽ ഒരു തീയുണ്ടെന്ന് അവൾക്ക് തോന്നി. അവളെ എരിച്ചു കളയാൻ മാത്രം ശക്തിയുള്ളൊരു തീ. ലാവണ്യയ്ക്കൊരു നിമിഷം മനസ്സിൽ ഭയം നിറഞ്ഞു. എന്താ സിദ്ധു ഇങ്ങനെ നോക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ എന്താ ഒന്നും മിണ്ടാത്തത്? അവൾ പരവേശത്തോടെ ചോദിച്ചു. നീ എന്താ ഇവിടെ? സിദ്ധാർത്ഥ് തണുത്ത സ്വരത്തിൽ ചോദിച്ചു. അവൾ ചിരിക്കാൻ ശ്രമിച്ചു. സിദ്ധു നമ്മുടെ വിവാഹം ചെയ്യാൻ പോവുകയല്ലേ? നീ തന്നെയല്ലേ അത് പബ്ലിഷ് ചെയ്തത് അല്ലേ? പിന്നെ ഞാൻ ഇവിടെ നിന്നെ കാണാൻ വരുന്നതിൽ എന്താണ് പ്രശ്നം? അവൾ അസ്വസ്ഥതയാകാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു. പക്ഷെ അവളുടെ ഹൃദയവേദന കാരണം അവൾ അതിനകം മരണത്തിൻ്റെ വക്കിലായിരുന്നു എന്നതായിരുന്നു സത്യം. വീട്ടിൽ തന്നെ അടങ്ങിയിരിക്കെ, എന്നെ വീണ്ടും ശല്യപ്പെടുത്തരുത്, സിദ്ധാർത്ഥ തണുത്ത ഭാവത്തിൽ പറഞ്ഞു. ലാവണ്യ ഞെട്ടലോടെ അവനെ നോക്കി. സിദ്ധു അവൾ പരിഭ്രമത്തോടെ എന്തോ പറയാൻ ശ്രമിച്ചു. പ്ലീസ് ലാവണ്യ, ഇവിടെ നിന്നും പോയി തരൂ. എന്തൊരു ശല്യമാണിത്? സിദ്ധാർത്ഥ അമർഷത്തോടെ പറഞ്ഞു. അവൻ അങ്ങനെ പറയുമെന്ന് ലാവണ്യ പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ്റെ ദേഷ്യം കണ്ടപ്പോൾ അവളൊന്ന് ഞെട്ടി. നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് സിദ്ധു? ഇത് ഞാൻ ഫോട്ടോഷോപ്പ് ചെയ്തതാ. നിനക്കിതൊന്നും താല്പര്യമില്ലല്ലോ. ഒരുമിച്ചുള്ള ഫോട്ടോ എടുക്കാൻ ഞാൻ നിന്നെ എത്ര വട്ടം വിളിച്ചു. പക്ഷെ നീ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞൊഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. തെറ്റാണെന്നറിയാം. പക്ഷെ നിനക്ക് ഇതൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് ഞാൻ കരുതി, ലാവണ്യ കിതച്ചുകൊണ്ട് പറഞ്ഞു. സിദ്ധാർത്ഥ തീർത്തും അസ്വസ്ഥനായി. നിന്റെ ഒരു സർപ്രൈസ്? നീ ഒരു ഫൂളാണോ ലാവണ്യ? നിന്റെ പ്രവൃത്തികളൊന്നും എനിക്ക് സന്തോഷം തരില്ല, മറിച്ച് അത് നിന്നോടുള്ള ദേഷ്യം കൂട്ടുകയുള്ളൂ. അവൻ വെറുപ്പോടെ അവളെ നോക്കി പറഞ്ഞു. ഇത്രയും ശക്തമായി, വളരെ അപൂർവമായി അവൻ ആരോടും സംസാരിക്കാറുള്ളൂ. ഇപ്പോൾ പറഞ്ഞ അവൻ്റെ വാക്കുകൾ അവളുടെ ഹൃദയത്തെ തകർത്തു. അവൾക്ക് പ്രതികരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ്റെ ദേഷ്യം ഭയന്ന് അവൾ നിശബ്ദയായി. നീ ഇനിയെങ്കിലും ഒന്ന് പോകുന്നുണ്ടോ ലാവണ്യ? നിന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതും പറഞ്ഞ് അവൻ ലാപ്ടോപ്പ് എടുക്കാൻ തിരിഞ്ഞു. സിദ്ധാർത്ഥ തൻ്റെ കൂടെ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അത് മനസ്സിലായപ്പോൾ ലാവണ്യ ആകെ വല്ലാതായി. വാതിലിൽ മുട്ടാൻ കൈ ഉയർത്തിയെങ്കിലും സിദ്ധാർത്ഥിൻ്റെ പ്രതികരണം ഓർത്ത് അവൾ ആ ഉദ്യമം ഉപേക്ഷിച്ചു. കൂടുതൽ അവനെ പ്രകോപിപ്പിച്ചാൽ ചിലപ്പോൾ ഈ വിവാഹം നടക്കില്ലെന്ന് അവൾ കരുതി. കല്യാണം കഴിക്കുന്നത് വരെ ഇതെല്ലാം സഹിച്ചല്ലേ പറ്റൂ. ഈ വിവാഹം നടന്നില്ലെങ്കിൽ ഞാൻ ഇതുവരെ ചെയ്തതെല്ലാം വെറുതെയാകും. അതെനിക്ക് സഹിക്കാനാവില്ല. ഇപ്പോൾ ഒന്നും മിണ്ടാതെ പോകുന്നതാണ് നല്ലത്. ആ ചിന്തയിൽ ലാവണ്യ ഫോട്ടോയും എടുത്ത് അവിടെ നിന്നും പോയി. അവളുടെ മനസ്സ് നിരാശ കൊണ്ട് മൂടിയിരുന്നു. എങ്കിലും അവൾ പിന്മാറാൻ തയ്യാറായിരുന്നില്ല. അവനെ തന്നിലേക്ക് ആകർഷിക്കാൻ അവൾ അടുത്ത പദ്ധതി മനസ്സിൽ മെനഞ്ഞുകൊണ്ടിരുന്നു. അധ്യായം 294. ആ ഇരുണ്ട രാത്രിയിൽ.
ലാവണ്യ പോയതും സിദ്ധാർത്ഥ ഫോട്ടോയെപ്പറ്റി ചിന്തിച്ചു. അവന് മനസ്സിലേക്ക് ദേഷ്യം ഇരച്ചു കയറി. അവൻ്റെ മുഖം ഇരുണ്ടു. നീലിമയെ വിവാഹം കഴിക്കാൻ അവൻ ആഗ്രഹിച്ചിരുന്നു. അവളോടൊപ്പം മാത്രമേ അവൻ ഫോട്ടോ എടുക്കാനും ഇഷ്ടപ്പെട്ടിരുന്നുള്ളൂ. അതുകൊണ്ട് ലാവണ്യ ചെയ്തത് അവന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ലാവണ്യ, അവൾ എപ്പോഴും ഒരു ശല്യമാണ്. എൻ്റെ സമ്മതമില്ലാതെ ഓരോന്ന് ചെയ്തോളും, നാശം പിടിക്കാൻ. സിദ്ധാർത്ഥ അമർഷത്തോടെ ചിന്തിച്ചു. പിന്നെ മനീഷിനെ ഫോണിൽ വിളിച്ചു. മനീഷ്, ഈ ലാവണ്യ എപ്പോഴും ഓഫീസിൽ കയറി വരുന്നത് നീ കണ്ടിട്ടില്ലേ? എന്തിനാ അവളെ അകത്തേക്ക് കടത്തിവിടുന്നത്? നിന്നോട് ഞാനൊരു 1000 വട്ടം പറഞ്ഞതല്ലേ ശ്രദ്ധിക്കണമെന്ന്. അവളൊരു പെണ്ണായിപ്പോയി. അല്ലെങ്കിൽ ഇനി ഇവിടെ കയറി വന്നാൽ അവളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. സിദ്ധാർത്ഥിന് തന്നെ നിയന്ത്രിക്കാനായില്ല. മനീഷിനെ തിരിച്ച് എന്താണ് പറയാനുള്ളതെന്ന് പോലും കേൾക്കാതെ അവൻ ആ ഫോൺ കട്ട് ചെയ്തു. വൈകുന്നേരം സിദ്ധാർത്ഥ് വീട്ടിലെത്തിയപ്പോൾ ആദ്യം പോയത് അശ്വിൻ്റെ മുറിയിലേക്കായിരുന്നു. അവൻ്റെ ട്രീറ്റ്മെൻ്റ് എല്ലാം നന്നായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ അവനിൽ ഒരുപാട് മാറ്റങ്ങൾ കാണുന്നുണ്ടിപ്പോൾ. സിദ്ധാർത്ഥ് മുറിയിലേക്ക് കയറുമ്പോൾ മല്ലികാമ്മ അശ്വിന് കഥ വായിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. മല്ലികാമ്മ പറയുന്നത് അശ്വിൻ ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ട്. അശ്വിൻ്റെ മുഖം മുന്നിൽ കാണുമ്പോഴൊക്കെ സിദ്ധാർത്ഥിന് നീലിമയെ ഓർമ്മ വരുന്നുണ്ടായിരുന്നു. ആ ചിന്തയോടെ സിദ്ധാർത്ഥ് നിശബ്ദനായി ആ റൂമിലേക്ക് കയറി. അവനെ കണ്ടപ്പോൾ അശ്വിൻ എഴുന്നേൽക്കാൻ ഒരുങ്ങി. വേണ്ട അച്ചു, നീ കിടന്നോ. ഡാഡി മോനെ വെറുതെ ഒന്ന് കാണാൻ വന്നതാ. മോൻ ഓക്കെ അല്ലേ? സിദ്ധാർത്ഥ് സ്നേഹത്തോടെ ചോദിച്ചു. അത് കേട്ട് അശ്വിൻ അവൻ്റെ കയ്യിൽ പിടിച്ചു. ഡാഡി, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്നെക്കുറിച്ച് ആലോചിച്ച് ഡാഡി വിഷമിക്കേണ്ട, അവൻ മൃദുവായി പറഞ്ഞു. സിദ്ധാർത്ഥ് വാത്സ്യത്തോടെ അവൻ്റെ തലയിൽ തലോടി. ഡാഡിക്ക് ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലേ? സത്യാമ്മ, ഡാഡി, എനിക്കിപ്പോൾ നല്ല കുറവുണ്ട്. ഡോക്ടർ അങ്കിൾ എന്നെ നല്ലതുപോലെ നോക്കുന്നുണ്ടല്ലോ, ഇനി പേടിക്കണ്ട. അച്ചു നിഷ്കളങ്കമായി അവനെ ആശ്വസിപ്പിച്ചു. സിദ്ധാർത്ഥ സ്നേഹത്തോടെ അവൻ്റെ തലയിൽ തഴുകിക്കൊണ്ട് ചോദിച്ചു. മോൻ എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ ഡാഡിയോട് പറയണം കേട്ടോ. എല്ലാം വേഗം ശരിയാവും. അവൻ പറഞ്ഞതും അച്ചു തലയാട്ടി. അശ്വിന് ഈ ദിവസങ്ങളിൽ ചിതറിക്കിടക്കുന്ന ചില ഓർമ്മകൾ അവൻ്റെ തലയിലേക്ക് പാഞ്ഞു കയറുന്നത് പോലെ തോന്നുമായിരുന്നു. ഈ ഓർമ്മകളെല്ലാം അവന് സ്വപ്നം പോലെയാണ് തോന്നുന്നത്. അമ്മയെ ഓർക്കുമ്പോഴേ അവൻ്റെ കണ്ണു നിറയും. അമ്മ എൻ്റെ വിവരമൊന്നും അറിയാതെ വിഷമിക്കുകയാവും, അവൻ ആദ്യയോടെ ചിന്തിച്ചു. ഒപ്പം സിദ്ധാർത്ഥ് റൂമിൽ നിന്നും പോകാനായി കാത്തിരുന്നു. അവൻ പോയതും അശ്വിൻ ആരും അറിയാതെ നീലിമയ്ക്ക് മെസ്സേജ് അയച്ചു. അമ്മേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മ പേടിക്കേണ്ട കേട്ടോ, ഞാൻ സുഖമായി ഇരിക്കുന്നു, അവൻ പറഞ്ഞു. പിന്നെ നീലിമയുടെ മറുപടിക്കായി കാത്തിരുന്നു. അതിനിടയിൽ സിദ്ധാർത്ഥിൻ്റെയും ലാവണ്യയുടെയും വിവാഹത്തെക്കുറിച്ചുള്ള ഒരു ന്യൂസ് അശ്വിൻ കണ്ടിരുന്നു. അതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ആ കുഞ്ഞു മനസ്സ് ശരിക്കും വേദനിച്ചു. അപ്പോഴേക്കും സിദ്ധാർത്ഥ് ഫ്രഷായി വീണ്ടും അശ്വിൻ്റെ റൂമിലേക്ക് വന്നു. ആ സമയം അതേക്കുറിച്ച് അവൻ സിദ്ധാർത്ഥിനോട് ചോദിക്കാൻ തീരുമാനിച്ചു. ഡാഡി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അവൻ മടിയോടെ ചോദിച്ചു. ചോദിച്ചോ, എന്താ നിനക്കറിയണ്ടേ? സിദ്ധാർത്ഥ് വാത്സല്യത്തോടെ അവൻ്റെ തലയിൽ തഴുകിക്കൊണ്ട് ചോദിച്ചു. ഡാഡി ആ ആൻറ്റിയെ വിവാഹം കഴിക്കാൻ പോവുകയാണോ? അവൻ വിഷമത്തോടെ ചോദിച്ചു. സിദ്ധാർത്ഥ് എന്തുത്തരമാണ് പറയാൻ പോകുന്നത് എന്ന് ആലോചിച്ച് അവൻ ശരിക്കും ഭയന്നിരുന്നു. ഉത്തരം അതെ എന്നാണെങ്കിൽ അമ്മയുടെ അടുത്തേക്ക് വേഗം പോകണം. ആ കാര്യം അശ്വിൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. ലാവണ്യയെ കാണുമ്പോൾ തന്നെ അവന് എന്തെന്നില്ലാത്തൊരു ഭയം തോന്നിയിരുന്നു. സിദ്ധാർത്ഥ് അവളെ വിവാഹം കഴിച്ചാൽ അവർക്കൊപ്പം കഴിയാൻ അവന് ഒട്ടും താല്പര്യമില്ലായിരുന്നു. മല്ലികാമ്മയ്ക്ക് അശ്വിൻ്റെ ചോദ്യം കേട്ടപ്പോൾ പരവേശം തോന്നി. അവരും സിദ്ധാർത്ഥിനെ നോക്കി. ഇനി ഈ വിവാഹത്തിന് അവൻ താല്പര്യമില്ലെന്ന് മല്ലികാമ്മയ്ക്ക് അറിയാം. ഇതെല്ലാം അവൻ്റെ അച്ഛനും അമ്മയും തമ്മിലുള്ള ചെറിയൊരു പ്രശ്നം കാരണമാണ് നടക്കുന്നത്. പക്ഷേ ആ കാര്യങ്ങൾ അശ്വിനോട് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുമെന്ന് അവർ ആശങ്കപ്പെട്ടു. സിദ്ധാർത്ഥിൻ്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. എങ്കിലും അശ്വിന് എന്തെങ്കിലും ഉത്തരം നൽകിയേ മതിയാകൂ. അച്ചു, ഈ സംഭവം ഡാഡി മുന്നേ പറഞ്ഞതുപോലെ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. അതിനെപ്പറ്റി നമുക്ക് പിന്നെ സംസാരിക്കാം. നിന്റെ അമ്മ ഉടനെ നിന്റെ അടുത്ത് വരും. അത് മാത്രം മോൻ അറിഞ്ഞാൽ മതി. നീ എന്നെ വിശ്വസിക്കുക. വേറൊന്നും നീ ചിന്തിക്കേണ്ട, ഓക്കെ? സിദ്ധാർത്ഥ് പറഞ്ഞതും അശ്വിന് സന്തോഷം തോന്നി. അപ്പോഴും ചില കാര്യങ്ങൾ ഓർത്തപ്പോൾ അവൻ്റെ മുഖം പെട്ടെന്ന് വാടി. അത് കണ്ട് സിദ്ധാർത്ഥ് തുടർന്നു. അച്ചു, മോൻ വിഷമിക്കേണ്ട. ഞാൻ പറയുന്നത് സത്യമാണ്. തീർച്ചയായും അമ്മ ഉടൻ വരും. ഇപ്പോൾ മോൻ ആരോഗ്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, സിദ്ധാർത്ഥ് കരുതലോടെ പറഞ്ഞു. ശരി ഡാഡി, ഇനി അമ്മയെക്കുറിച്ച് പറഞ്ഞ് ഞാൻ ഡാഡിയെ സങ്കടപ്പെടുത്തില്ല, അവൻ പറഞ്ഞു. സിദ്ധാർത്ഥിന് അവനോട് സ്നേഹവും ബഹുമാനവും തോന്നി. അവൻ അശ്വിൻ്റെ നെറ്റിയിൽ ചുംബിച്ച ശേഷം പിന്നെ പോകാൻ ഒരുങ്ങി. പക്ഷേ മല്ലികയ്ക്ക് അവരുടെ സങ്കടം അടക്കാൻ കഴിഞ്ഞില്ല. സിദ്ധാർത്ഥ് അശ്വിനെ താൽക്കാലികമായി മാത്രം സമാധാനിപ്പിച്ചതാണ് എന്നത് അവർക്ക് വല്ലാത്ത വേദനയായി തോന്നി. അവരുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ അശ്വിൻ കാണാതെ അവർ തുടച്ചു. പിന്നെ അവർ അവനോടൊപ്പം കുറച്ചുനേരം കൂടി അവിടെ ഇരുന്നു. അശ്വിന് ഉറക്കം വന്ന് തുടങ്ങിയപ്പോഴാണ് അവർ അവിടെ നിന്നും പോയത്. പക്ഷെ അതൊരു കള്ള ഉറക്കമായിരുന്നു. മല്ലികാമ്മ പോയതും അവൻ വേഗത്തിൽ കണ്ണു തുറന്നു. എന്നിട്ട് ടാബ് എടുത്തു. നേരത്തെ അവൻ അയച്ച മെസ്സേജ് നീലിമ നോക്കിയിട്ടില്ല. അത് കണ്ട് അശ്വിന് സങ്കടമായി. അമ്മേ, ഇപ്പോൾ എന്താ ചെയ്യുന്നേ? മിസ് യു അമ്മേ. അവൻ വീണ്ടും അവൾക്ക് മെസ്സേജ് അയച്ചു. അമ്മയോട് അവൻ എപ്പോഴും പറയാനുള്ളത് ഇതാണ്. നീലിമ നല്ല ഉറക്കത്തിലായിരുന്നു. നോട്ടിഫിക്കേഷൻ സൗണ്ട് കേട്ടിട്ടാണ് അവൾ കണ്ണുകൾ തുറക്കുന്നത്. അച്ചുവിൻ്റെ മെസ്സേജ് ആണെന്ന് കണ്ടപ്പോൾ നീലിമയ്ക്ക് സന്തോഷം തോന്നി. അവൾ വേഗത്തിൽ മെസ്സേജ് വായിച്ചു നോക്കി. മകൻ ഇപ്പോൾ സുഖമാണെന്നറിഞ്ഞതിൽ അവൾക്കും ആശ്വാസം തോന്നി. അമ്മ ഇവിടെ ഉണ്ട് അച്ചു. അമ്മ നിന്നെയും മിസ് ചെയ്യുന്നുണ്ട്. നീ എന്തു ചെയ്യുന്നു? അവൾ വേഗത്തിൽ അശ്വിന് മറുപടി നൽകി. ഞാൻ അമ്മയെപ്പറ്റി ആലോചിക്കുക അമ്മേ.
അമ്മയോ? അച്ചു ചോദിച്ചു. ഞാനും നിന്നെക്കുറിച്ച് ആലോചിക്കുക അച്ചു. നീ ഡാഡി പറയുന്നതൊക്കെ അനുസരിക്കുന്നില്ലേ? നീലിമ സന്ദേശം അയച്ചു. ഡാഡി പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കുന്നുണ്ട് അമ്മേ. ഞാൻ നല്ല കുട്ടിയാ. അമ്മ എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്? ഒന്ന് വേഗം വായോ അമ്മേ, അച്ചു പറഞ്ഞു. കുറച്ചുകൂടി മോനൊന്ന് കാത്തിരിക്കുക. അമ്മ വേഗം വന്ന് മോനെ കൊണ്ടുപോകാം, നീലിമ പറഞ്ഞു. നീലിമയുടെ മെസ്സേജ് കണ്ട് അച്ചു സന്തോഷത്തിൽ തുള്ളിച്ചാടി. അശ്വിൻ്റെ മനസ്സിൽ ആശ്വാസം നിറഞ്ഞു. പിന്നെ അധികം താമസിക്കാതെ അവൻ ഉറങ്ങിപ്പോയി. അശ്വിൻ്റെ റിപ്ലൈക്ക് വേണ്ടി നീലിമ അല്പം കൂടി കാത്തിരുന്നു. പക്ഷേ മറുപടി കിട്ടാതായപ്പോൾ അവൻ ഉറക്കമാണെന്ന് അവൾ മനസ്സിലായി. അതോടെ നീലിമ ഫോൺ താഴെ വെച്ചു. അവൾക്ക് എന്തൊക്കെയോ അസ്വസ്ഥത തോന്നി. സിദ്ധാർത്ഥിൻ്റെയും ലാവണ്യയുടെയും വിവാഹത്തിൻ്റെ ഡേറ്റ് അടുത്തിരുന്നു. തീർച്ചയായും അതുതന്നെയായിരുന്നു അവളുടെ അസ്വസ്ഥതയ്ക്ക് കാരണം. വിവാഹത്തിൻ്റെ അന്ന് അശ്വിനെ രഹസ്യമായി കൊണ്ടുവരണം. അതെങ്ങനെ എന്നതാണ് അവളുടെ മനസ്സിനെ അലട്ടിയ മറ്റൊരു കാര്യം. എന്തായാലും എടുത്തു ചാടിയിട്ട് കാര്യമില്ലെന്ന് അവൾക്കറിയാം. സിദ്ധാർത്ഥിൻ്റെ കല്യാണ ദിവസം തനിക്ക് അതിനൊരു അവസരം കിട്ടുമെന്ന് അവൾ കരുതി. അതെ, തീർച്ചയായും കല്യാണ ദിവസത്തെ ആ തിരക്കുകൾക്കിടയിൽ തനിക്ക് അതിന് സാധിക്കും. ഭൈരവ് എന്തായാലും ഭദ്രയുടെ കൂടെ ആകുമല്ലോ. തന്നെ ശ്രദ്ധിക്കാൻ അപ്പോൾ ആർക്കും നേരം കാണില്ല. നീലിമയ്ക്ക് സിദ്ധാർത്ഥിനെ ഓർത്ത് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. എത്രയും പെട്ടെന്ന് സിദ്ധാർത്ഥിനെ മനസ്സിൽ നിന്ന് കളയണം, മറന്നേ പറ്റൂ. അവൾ മനസ്സിൽ ആവർത്തിച്ചു പറഞ്ഞു. ഇനി ഒരുമിച്ചാലും പരസ്പരം വേദനകൾ മാത്രമേ ഉണ്ടാവൂ. അവനെക്കുറിച്ച് ആലോചിച്ച് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അതിനിടയിൽ താൻ എപ്പോഴോ അവളും ഉറങ്ങിപ്പോയി. അവളുടെ സ്വപ്നങ്ങൾ എന്നത്തെയും പോലെ സിദ്ധാർത്ഥിൻ്റെയും അശ്വിൻ്റെയും ഒപ്പമുള്ള സന്തോഷകരമായ സമയങ്ങളായിരുന്നു. എന്നാൽ ഇത് എപ്പോഴും അവളുടെ സ്വപ്നങ്ങളിൽ മാത്രമേ സംഭവിക്കാറുള്ളൂ. എന്തുകൊണ്ടോ അതൊരിക്കലും യാഥാർത്ഥ്യമാകുന്നില്ല. രാവിലെ ഉണർന്ന നീലിമ താഴേക്ക് പോയി. ജോലിക്കാർ അപ്പോൾ പ്രഭാത ഭക്ഷണം തയ്യാറാക്കുകയായിരുന്നു. ഭൈരവ് എവിടെ പോയെന്ന് അവൾ ചിന്തിച്ചു. പിന്നെ കൂടുതലൊന്നും അവനെപ്പറ്റി ചിന്തിക്കാതെ അവൾ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. സാധാരണ നടത്താറുള്ള ചെക്കപ്പിന് പോയിട്ടില്ല എന്നത് അവൾ അപ്പോഴാണ് ഓർത്തത്. സ്വന്തം കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് പോലും ഇതുവരെ അന്വേഷിക്കാൻ അവൾക്ക് കഴിഞ്ഞിട്ടില്ല. അതോർത്തപ്പോൾ അവളിൽ കുറ്റബോധം നിറഞ്ഞു. തൻ്റെ കുഞ്ഞിനു വേണ്ടി താൻ എന്തൊക്കെ സഹിച്ചു. അപ്പോൾ ഇതൊരിക്കലും മറക്കാൻ പാടില്ലായിരുന്നു. കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ അത് എൻ്റെ തെറ്റ് മാത്രമായിരിക്കും. ഇങ്ങനെ ആലോചിച്ച് ഭക്ഷണം കഴിച്ചു തീർന്നതും അവൾ നേരത്തെ ആശുപത്രിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. അതേസമയം ഭൈരവ് ക്ലബ്ബിലിരിക്കുകയായിരുന്നു. അവൻ ആകെ അസ്വസ്ഥനാണ്. കയ്യിൽ ഒരു സിഗരറ്റ് എരിയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അഞ്ജലി പറഞ്ഞതും തനിക്ക് അറിയാവുന്നതുമായ കാര്യങ്ങളെല്ലാം അവൻ ചേർത്ത് വായിച്ചു. നീലിമയ്ക്ക് 5 വർഷം മുമ്പ് എന്താണ് സംഭവിച്ചത്? അതിനുത്തരം ലഭ്യമാക്കാനുള്ള കുറേ തെളിവുകൾ ഇപ്പോൾ അവൻ്റെ കയ്യിലുണ്ട്. 5 വർഷം മുൻപ് ആ രാത്രിയിൽ അന്ന് ഹോട്ടലിൽ താമസിച്ചിരുന്ന എല്ലാവരുടെയും പേരുകളായിരുന്നു അത്. ഈ ലിസ്റ്റിനൊപ്പം തന്നെ അവിടെ നടന്ന എല്ലാ പ്രവർത്തനങ്ങളെ പറ്റിയുള്ള വിവരവും ഇപ്പോൾ അതിലുണ്ട്. അതിൽ പകുതി കാര്യങ്ങൾ തൻ്റെ അറിവോടെ തന്നെയാണ് നടന്നിരുന്നത്. ഭൈരവ് പഴയ കാര്യങ്ങൾ ചിന്തിച്ചു. സിദ്ധാർത്ഥ്, അവൻ എന്നും തനിക്കൊരു കടുത്ത എതിരാളിയായിരുന്നു. അവനെ വീഴ്ത്തുക എന്നാൽ ലോകം ജയിക്കുന്നതിന് തുല്യമാണ്. പക്ഷേ സിദ്ധാർത്ഥിന് താൻ അന്നുണ്ടായിരുന്ന ഒരുപാട് എതിരാളികളുടെ കൂട്ടത്തിൽ ഒരാൾ മാത്രമായിരുന്നു. അന്ന് അവനോട് ഒറ്റയ്ക്ക് നേരിട്ട് മുട്ടാനുള്ള കരുത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഗൗതം കൃഷ്ണയുമായി കൈകോർത്തത്. അവർ തമ്മിലായിരുന്നു അന്ന് വലിയ മത്സരം. സിദ്ധാർത്ഥിൻ്റെ വിശ്വ ഗ്രൂപ്പും ഗൗതമിൻ്റെ കൃഷ്ണ ഗ്രൂപ്പും. ഗൗതമിന് ഒരേ ഒരു വിഷയത്തിൽ മാത്രമേ സിദ്ധാർത്ഥുമായി മുട്ടി നിൽക്കാൻ പറ്റാതെ ഉണ്ടായിരുന്നുള്ളൂ. അത് സിദ്ധാർത്ഥിൻ്റെ ക്ലീൻ ഇമേജാണ്. അത് തകർക്കാൻ വേണ്ടിയാണ് ഗൗതം താനുമായി ഒത്തുചേർന്നത്. അന്ന് സിദ്ധാർത്ഥിനെ കാത്ത റൂമിലിരിക്കുന്ന യുവതി തൻ്റെ ആളായിരുന്നു. പക്ഷേ ഭൈരവ് തൻ്റെ കയ്യിലിരുന്ന സിഗരറ്റ് ആഞ്ഞു വലിച്ചു. അതിനുശേഷം ആഷ്ട്രയിൽ അത് കുത്തിക്കെടുത്തി. അവൻ്റെ ചിന്തകൾ വീണ്ടും കാടുകയറി. വിധി, ഞാൻ കളിച്ച അതേ കളി തിരിച്ചു കളിച്ചു. ആ പെണ്ണ് ഏറെ നേരം മുറിയിൽ കാത്തിരുന്നിട്ടും സിദ്ധാർത്ഥ് വന്നില്ല. അഞ്ജലി പറഞ്ഞത് ശരിയാണെങ്കിൽ അവൻ അന്ന് നീലിമയുടെ മുന്നിൽ പോയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അവളുടെ കുഞ്ഞിൻ്റെ അച്ഛൻ. അത് ഭൈരവിന് ചിന്തിക്കാവുന്നതിനും അപ്പുറത്തായിരുന്നു. അവൻ കസാരയിൽ നിന്നും എഴുന്നേറ്റ് അസ്വസ്ഥതയോടെ കൈകൾ കൂട്ടിത്തിരുമ്പി. അന്ന് ആ പ്ലാൻ പൊളിയുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. സിദ്ധാർത്ഥ് അതിന് പിന്നാലെ വരുമെന്ന് ഉറപ്പായതുകൊണ്ട് ഗൗതം തന്നെയാവണം ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളെല്ലാം മായ്ച്ചു കളഞ്ഞത്. പക്ഷേ അവിടം കൊണ്ടൊന്നും അവസാനിച്ചില്ല. വീണ്ടും ചില കള്ളക്കളികൾ നടന്നു. ഗൗതം എന്നെ സിദ്ധാർത്ഥിന് ഒറ്റുകൊടുക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അതോടെ കഥകൾ പുറത്തു വരാതിരിക്കാൻ തനിക്കും ചിലതൊക്കെ ചെയ്യേണ്ടി വന്നു. അന്ന് ആ പ്ലാനിൽ ഉൾപ്പെട്ട ആരും ഇന്ന് ജീവനോടെയില്ല. അന്ന് ആ മുറിയിൽ കാത്തിരുന്ന പെണ്ണും ഗൗതം കൃഷ്ണയും ആരും. ഭൈരവ് അടുത്ത സിഗരറ്റിന് തീ കൊളുത്തി ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു. സിദ്ധാർത്ഥിൻ്റെ അന്വേഷണം തെളിവില്ലാതെ അവസാനിച്ചപ്പോൾ താൻ കാണാമറയത്തിരുന്ന് ചിന്തിക്കുകയായിരുന്നു. പക്ഷേ വിധി തന്നെ കൊണ്ട് അതിനെല്ലാം ഉത്തരം പറയിച്ചിരുന്നു. എത്ര മായ്ച്ചു കളഞ്ഞാലും ചെയ്ത തെറ്റുകളുടെ ജീവിക്കുന്നൊരു തെളിവ് തൻ്റെ കുഞ്ഞിൻ്റെ രൂപത്തിൽ തൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. സാർ എന്തിനാ 5 കൊല്ലം മുൻപുള്ള ഈ ഹോട്ടൽ ബില്ലൊക്കെ എടുക്കാൻ പറഞ്ഞത്? എന്തെങ്കിലും കണക്ക് കിട്ടിയോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഭൈരവിൻ്റെ ഒരു അസിസ്റ്റൻ്റ് ആയിരുന്നു ആ ചോദ്യം ചോദിച്ചത്. നിഷ്കളങ്കമായ ആ ചോദ്യം കേട്ട് ഭൈരവ് ക്രൂരമായ ഒരു പുഞ്ചിരിയോടെ അയാളെ നോക്കി പറഞ്ഞു. ഏത് കണക്ക്? നിനക്കറിയാത്തത് കൊണ്ട് മാത്രമാണ് നീ ഇപ്പോൾ ജീവനോടെ ഉള്ളത്. അത് കേട്ടതോടെ ഭൈരവിനോട് പിന്നീട് എന്തെങ്കിലും പറയാൻ അയാൾക്ക് പേടി തോന്നി. അയാൾ പെട്ടെന്ന് ഭൈരവിൻ്റെ മുഖത്തു നിന്നും കണ്ണുകളെടുത്തു. ആ പെണ്ണിനെ ഒന്നുകൂടി പോയി കാണാലോടാ, ആ അഞ്ജലിയെ.
അവൾ പറയാത്തത് പലതുമുണ്ട്, അതുകൂടി കിട്ടിയാലേ ഈ കണക്ക് ശരിയാവൂ, ഭൈരവ് അസിസ്റ്റന്റിനോട് പറഞ്ഞു. ബോസിന് എപ്പോഴാണ് അവരെ കാണേണ്ടത്, അതിനനുസരിച്ച് മീറ്റിംഗ് അറേഞ്ച് ചെയ്യാം, അസിസ്റ്റന്റ് പറഞ്ഞു. ഭൈരവ് സമയം നോക്കി. ഇന്ന് ഉച്ച കഴിഞ്ഞു തന്നെ പോകാം, അവൾ ആശുപത്രിയിലാണെന്നല്ലേ പറഞ്ഞത്, അവിടെ തന്നെ പോയി കാണണം, ഭൈരവ് പറഞ്ഞു. അതിന് സമ്മതം മൂളി അസിസ്റ്റന്റ് അപ്പോൾ തന്നെ റൂമിന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ഭൈരവ് ഇപ്പോൾ അവിടെ തനിച്ചാണ്. ഈ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് അവനിൽ വളരെയധികം അസ്വസ്ഥത നിറഞ്ഞിരുന്നു. എന്തൊക്കെയോ നടന്ന മട്ടിൽ. സിദ്ധാർത്ഥും നീലിമയും 5 വർഷം മുൻപ് തന്നെ ഒന്നായി കഴിഞ്ഞിരുന്നു. അതാലോചിച്ചപ്പോൾ അവന് ഈ കാര്യങ്ങളൊക്കെ ശരിക്കും കൂടുതൽ രസകരമായി തോന്നി. ഉച്ചയ്ക്ക് ശേഷം അവൻ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. ഭൈരവ് അഞ്ജലിയുടെ റൂമിൻ്റെ വാതിൽക്കലെത്തി. അവനെ കണ്ടതും അവൾ ഞെട്ടിപ്പോയിരുന്നു. പക്ഷേ സത്യഭാമയ്ക്ക് അവനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ആരാ? വഴിയിൽ പോകുന്നവർക്ക് മുഴുവൻ കയറിയിറങ്ങാൻ ഇതെന്താ സത്രമാണോ? സത്യഭാമ തൻ്റെ സ്വാതസിദ്ധമായ ശൈലിയിൽ അവരോട് ചോദിച്ചു. ഭൈരവ് ഒന്നും മിണ്ടിയില്ല. പകരം രൂക്ഷമായി അവളെ നോക്കുക മാത്രം ചെയ്തു. പക്ഷേ അവൻ്റെ കണ്ണുകളിലെ ഭാവം കണ്ടപ്പോൾ അവൾക്ക് ഭയം തോന്നി. അവർ നിശബ്ദമായ നേരം കൊണ്ട് ഭൈരവ് അകത്തേക്ക് കയറി. അവനെ കണ്ട അഞ്ജലി ശരിക്കും അമ്പരന്നു. ഭൈരവ് തന്നെ കാണാൻ വരുമെന്ന് അവൾ ഒരിക്കലും കരുതിയില്ല. ഭൈരവ്, നിങ്ങളെന്താ ഇവിടെ? അഞ്ജലി ചോദിച്ചു. അപ്പോഴാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഭൈരവാണെന്ന് സത്യഭാമയ്ക്ക് മനസ്സിലായത്. അവർ അവനെ അടിമുടി ഒന്ന് നോക്കി. മുന്നിൽ നിൽക്കുന്നത് ശരിക്കും സുന്ദരനായ ഒരു യുവാവാണ്. ആദി ഒന്നും ഇവൻ്റെ മുമ്പിൽ ഒന്നുമല്ല. ശരിക്കും അഞ്ജലിയെ ഇവനെ വിവാഹം കഴിച്ചാൽ നന്നായിരിക്കും. സമ്പത്തിൻ്റെ കാര്യത്തിലും ഇവൻ ആദിയേക്കാൾ ഏറെ മുന്നിലാണെന്ന് പറഞ്ഞത് കേട്ടത്. അങ്ങനെ സംഭവിച്ചാൽ അഞ്ജലി ഗ്രൂപ്പ് രക്ഷപ്പെടും. മറ്റുള്ളവരുടെ മുൻപിൽ തെളിഞ്ഞു നിന്ന് നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയും. മകൾ പുളിങ്കൊമ്പിൽ തന്നെയാണ് പിടിക്കാൻ ശ്രമിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലായി. പക്ഷേ അപ്പോഴേക്കും സത്യഭാമയെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് ഭൈരവ് അഞ്ജലിയുടെ മുൻപിലായി ഇരിക്കുകയാണ്. അവളുടെ മുഖം നാണത്താൽ ചുവന്നിട്ടുണ്ട്. അതുകൊണ്ട് അവൻ പരിഹാസത്തോടെ ഒന്ന് ചിരിച്ചു. അവളെ നോക്കി പല്ലുരുമ്മിക്കൊണ്ട് അവൻ പറഞ്ഞു, എടീ, നീ ആരാണെന്ന നിന്റെ വിചാരം? നിന്റെ ഈ കൊഞ്ചലും തമാശക്കളിയും കാണാൻ വേണ്ടി വന്നതല്ല ഞാൻ. നിനക്ക് കിട്ടിയതൊന്നും പോരാ അല്ലേ? എൻ്റെ മുന്നിൽ വന്ന് നുണ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് രക്ഷപ്പെട്ടു പോകാമെന്നാണോ നീ കരുതിയത്? നീ ഇതുവരെ കണ്ട ആണുങ്ങളെ പോലെയാണ് ഞാനെന്ന് വിചാരിച്ചോ? ഹേയ്, അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭൈരവ് ആരാണെന്ന് നിന്നെ അറിയിക്കാൻ തന്നെയാണ് ഞാൻ വന്നത്. അവൻ പറഞ്ഞത് കേട്ട് അഞ്ജലി ഭയന്ന് വിറച്ചുപോയി. അധ്യായം 295. അഞ്ജലിക്ക് അറിയാവുന്ന രഹസ്യങ്ങൾ. ഭൈരവിൻ്റെ പെട്ടെന്നുള്ള പ്രതികരണത്തിൽ അഞ്ജലി ഭയന്നുപോയി. അവൾ പേടിയോടെ കരയാൻ തുടങ്ങി. അതും കൂടി കണ്ടതോടെ അവൻ്റെ ക്ഷമ പൂർണ്ണമായും നശിച്ചു. പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അവൾ വേദനയോടെ ചോദിച്ചു. എനിക്കറിയേണ്ടത് 5 വർഷം മുൻപ് നടന്ന ആ കാര്യത്തെക്കുറിച്ച് തന്നെയാണ്. അന്ന് നീ നീലിമയ്ക്ക് മയക്കുമരുന്ന് കൊടുത്തു. അതിനുശേഷം അവളെ ആരുടെ റൂമിലാണ് കൊണ്ടാക്കിയത്? ഭൈരവ് ദേഷ്യത്തിൽ ചോദിച്ചു. ഭൈരവ്, അറിയാത്ത കാര്യം ഞാൻ എങ്ങനെയാ പറയുക? അഞ്ജലി നിസ്സഹായതയോടെ അവനെ നോക്കി. താനിപ്പോൾ ഹോസ്പിറ്റലിലാണ്. അച്ഛൻ്റെ ഗാർഡ്സും പുറത്തുണ്ട്. ഇപ്പോൾ ഭൈരവിനെ പേടിക്കേണ്ട കാര്യമില്ലെന്ന് അഞ്ജലിക്ക് തോന്നി. എന്താ അഞ്ജലി ഇത്? നിനക്ക് മരിക്കാൻ അത്രയ്ക്ക് ഇഷ്ടമാണോ മോളെ? ഭൈരവ് ചോദിച്ചു. എനിക്കറിയില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു ഭൈരവ്. നീ എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയാലും അതിനുത്തരം തരാൻ എനിക്കാവില്ല, അവൾ തറപ്പിച്ചു പറഞ്ഞു. ഭൈരവ് ദേഷ്യത്തിൽ അവളുടെ തോളിൽ ശക്തിയായി പിടിച്ചു. അപ്പോൾ നീ ഉത്തരം പറയില്ലല്ലോ? അവൻ അവളോട് അലറി. അവൾ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. എങ്കിലും ഭൈരവിൻ്റെ ശക്തിക്ക് മുൻപിൽ അവൾക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. പെട്ടെന്ന് ഭൈരവ് തൻ്റെ തോക്ക് പുറത്തെടുത്തു. അവസാനമായിട്ട് താൻ ചോദിക്കുകയാണ്, പറയണോ വേണ്ടയോ എന്ന് നീ തീരുമാനിക്കുക. ഇനി എന്തൊക്കെ ചെയ്തിട്ടും രക്ഷയില്ലെന്ന് അവൾക്ക് ഉറപ്പായി. മുന്നിൽ നിൽക്കുന്നവർ അത്രയ്ക്കും ക്രൂരനാണ്. എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഇനിയും എന്നെ ഉപദ്രവിക്കരുത്. എല്ലാം ഞാൻ പറയാം, പ്ലീസ്, അവൾ പരിഭ്രമത്തോടെ പറഞ്ഞു. അവൾക്ക് ശരിക്കും പേടി കാരണം ശ്വാസം മുട്ടി തുടങ്ങിയിരുന്നു. എന്നാൽ അതിനിടയിലും അന്ന് സംഭവിച്ച കാര്യമെല്ലാം അവൾ പറഞ്ഞു. പക്ഷേ അതിൽ കൂടുതലായി ഒന്നും ഉണ്ടായിരുന്നില്ല. തനിക്ക് വേണ്ടത് കിട്ടാതായപ്പോൾ ഭൈരവ് ആ തോക്ക് അഞ്ജലിയുടെ നെറ്റിയിലേക്ക് ചേർത്ത് വെച്ചു. എനിക്കറിയേണ്ടത് നീലിമയുടെ റൂമിൽ ആരായിരുന്നു എന്ന് മാത്രമാണ്. ഇനി ആ പേര് മാത്രം പറഞ്ഞാൽ മതി നീ. ഭൈരവ് അവളെ ക്രുദ്ധനായി നോക്കി. കിരൺ എന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു. വിശ്വ ഫാമിലിയിലെ കിരണിനെ ആ കോറിഡോറിൽ കണ്ടിരുന്നു എന്ന് ഞാൻ നീലിമയെ നശിപ്പിക്കാൻ വേണ്ടി ഏർപ്പാടാക്കിയ ആൾ പറഞ്ഞിരുന്നു. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, എനിക്കൊന്നും അറിയില്ല. വിശ്വ ഫാമിലി എന്നൊക്കെ കേട്ടപ്പോൾ തന്നെ എനിക്ക് പേടിയായി. ഇത് വേറെ ആരോടും പറയരുതെന്ന് പറഞ്ഞ് കൂടുതൽ പണം കൊടുത്ത് ഞാൻ പിന്നെ അയാളെ ഒഴിവാക്കി, അവൾ പറഞ്ഞു. അത് കേട്ട് ഭൈരവ് ഞെട്ടി. അഞ്ജലി കൂപ്പുകൈകളോടെ തുടർന്നു. ഭൈരവ്, സത്യമായിട്ടും എനിക്ക് അറിയുന്നതെല്ലാം നിന്നോട് പറഞ്ഞു. ഇതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല. ഇനി ഒന്നും ഞാൻ ഒളിച്ചു വെച്ചിട്ടുമില്ല. അവളുടെ സ്വരം തളർന്നിരുന്നു. ഇതെല്ലാം ഇങ്ങനെയാകുമെന്ന് ഒരിക്കലും ഭൈരവ് കരുതിയിരുന്നില്ല. ശരി അഞ്ജലി, ഇപ്പോൾ ഞാൻ നിന്നെ വെറുതെ വിടുന്നു. ഞാൻ നിന്റെ മുഴുവൻ സത്യവും കണ്ടെത്തും. അന്ന് നിനക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിവുണ്ടായിരുന്നു എന്ന് അറിഞ്ഞാൽ പിന്നെ നീ ഈ ലോകത്തുണ്ടാവില്ല. അത് നീ നിന്റെ മനസ്സിൽ കുറിച്ചിട്ടോ. ഞാനിത് വെറുതെ പറയുന്നതല്ല. നമ്മൾ തമ്മിൽ ഇനിയും കണ്ടുമുട്ടാതിരിക്കാൻ നീ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചോ. അവൻ അവളെ ഭീഷണിപ്പെടുത്തി.
നീ എന്നെ വിശ്വസിക്കേ, ഞാൻ പറഞ്ഞതൊക്കെ സത്യമാ, അവൾ അപേക്ഷിച്ചു. എന്നിട്ടും ഭൈരവിന് അവളെ ഒട്ടും വിശ്വാസമായില്ല. അതൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. തൽക്കാലം ഇവിടെ നടന്നത് നമ്മൾ രണ്ടാളും മാത്രമേ അറിയാവൂ. മൂന്നാമതൊരാൾ അറിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. ഭൈരവ് പറഞ്ഞതും അഞ്ജലി അനുസരണയോടെ തലയാട്ടി. അവൾ അത്രയ്ക്കും അവനെ പേടിച്ചിരുന്നു. എന്നിട്ടും ഇങ്ങനെയുള്ള പുരുഷന്മാരോട് അവൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഭൈരവ് റൂമിന് വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ സത്യഭാമയും വാസുദേവനും പുറത്തുണ്ടായിരുന്നു. ഭൈരവിനെ കണ്ടപ്പോൾ വാസുദേവന്റെ കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞു. ഭൈരവ്, നിങ്ങൾ ഇവിടേക്ക് വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരത്തെ വന്നേനെ, വാസുദേവൻ ബഹുമാനത്തോടെ പറഞ്ഞു. സത്യഭാമ ഭൈരവിനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ഭൈരവ്, നിങ്ങളെ കണ്ടതിൽ അഞ്ജലിക്കും വളരെ സന്തോഷമായിട്ടുണ്ടാവും, സത്യഭാമ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഭൈരവിന് അവരോട് പുച്ഛം തോന്നി. ഞാൻ പോകുന്നു, ഭൈരവ് പറഞ്ഞു. വാസുദേവൻ അയാളോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ടായിരുന്നു. പക്ഷേ അവന്റെ പ്രതികരണം കണ്ട് അയാളിൽ നിരാശ നിറഞ്ഞു. ഭൈരവ് കൺമുന്നിൽ നിന്നും മറഞ്ഞതിനു ശേഷം ഭാര്യയും ഭർത്താവും കൂടി അഞ്ജലിയുടെ റൂമിലേക്ക് കയറി. അഞ്ജലിയുടെ മുഖത്ത് ആകെ പരവേശവും ഭയവും നിറഞ്ഞിരുന്നു. അഞ്ജലി, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഭൈരവ് എന്താ നിന്നോട് പറഞ്ഞത്? സത്യഭാമ ചോദിച്ചെങ്കിലും അവൾ മറുപടി ഒന്നും നൽകിയില്ല. ഇവൾക്ക് എന്തു പറ്റി? ഭൈരവിനെ കാണുമ്പോൾ ഇവൾക്ക് സന്തോഷമല്ലേ ഉണ്ടാകേണ്ടത്? എന്നിട്ടെന്താ ഒരുമാതിരി കുന്തം വിഴുങ്ങിയതുപോലെ ഇരിക്കുന്നത്? നിങ്ങളൊന്ന് ചോദിക്ക്. സത്യഭാമയ്ക്ക് ഒന്നും മനസ്സിലായില്ല. അച്ഛാ, അച്ഛാ, ഭൈരവ് എന്നെ ഭീഷണിപ്പെടുത്താൻ വന്നതാ, എന്നെ വീണ്ടും ഉപദ്രവിക്കാൻ വന്നതാ. എല്ലാത്തിനും അവളാ കാരണം, ആ നീലിമ. അച്ഛൻ എന്നെ സഹായിക്കണം. അവളുടെ മുഖം കണ്ണുനീരിൽ നനഞ്ഞിരുന്നു. അഞ്ജലി പറയുന്നത് കേട്ടപ്പോൾ വാസുദേവൻ പരിഭ്രമത്തോടെ അവളെ നോക്കി. സത്യഭാമയ്ക്ക് സങ്കടവും ആശങ്കയും നിരാശയും തോന്നി. അവർ മകളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു. അഞ്ജലി, നീ സങ്കടപ്പെടണ്ട, ഇതങ്ങ് മറന്നേക്ക്. അവനൊരു നല്ല മനുഷ്യനല്ല. ഒരു പാവം പെൺകുട്ടിയോട് ഇങ്ങനെ ചെയ്യുന്നവൻ അനുഭവിക്കും. നിങ്ങൾ എന്താ മനുഷ്യ ഒന്നും മിണ്ടാത്തത്? നിങ്ങളുടെ മകളുടെ അവസ്ഥ നോക്ക്. എന്നിട്ടും ഇവളെ ഇങ്ങനെ കണ്ടിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാനില്ലേ? നിങ്ങളെപ്പോലൊരു കിഴങ്ങനാണല്ലോ ഞാൻ കല്യാണം കഴിച്ചത്. എന്തു പറയാനാ, എൻ്റെ വിധി. സത്യഭാമ ഭർത്താവിനെ കുറ്റപ്പെടുത്തി. അഞ്ജലിക്ക് സംഭവിച്ചതിൽ അയാൾക്കും വിഷമമുണ്ട്. പക്ഷേ ഭൈരവിനോട് എതിർത്തു നിൽക്കാനുള്ള സാഹചര്യം ഇയാൾക്കില്ല. അയാളുടെ നിശബ്ദത സത്യഭാമയെ നന്നെ ദേഷ്യം പിടിപ്പിച്ചു. അവർ വീണ്ടും ഭർത്താവിനെ കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അവസാനം വാസുദേവന്റെ ക്ഷമ പൂർണ്ണമായും നശിച്ചിരുന്നു. നീ എന്തറിഞ്ഞിട്ടായി അലറുന്നത്? അല്ലെങ്കിൽ തന്നെ അമ്മയും മോളും കൂടി ചെയ്തു വെക്കുന്നതിൻ്റെ എല്ലാം അനുഭവിക്കുന്നത് ഞാനാണ്. ഇപ്പോൾ അഞ്ജലിക്ക് ഇത്രയേ പറ്റുള്ളൂ. ഇതും പറഞ്ഞ് അവൻ്റെ അടുത്തേക്ക് ചെന്നാൽ മതി. പിന്നെ കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യാം. ആരാണ് ഇതിനെല്ലാം കാരണമെന്ന് ഇനിയും എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത്. ഇത് ഇവിടെ അവസാനിപ്പിക്കണം. ദയവ് ചെയ്ത് ഇനി ഇതിൻ്റെ പിന്നാലെ പോകാൻ നിൽക്കരുത്, അയാൾ ഗൗരവത്തോടെ പറഞ്ഞു. സത്യഭാമ വെറുപ്പോടെ ഭർത്താവിനെ നോക്കി. പിന്നെ അവർ അഞ്ജലിയെ ആശ്വസിപ്പിച്ചു. പക്ഷേ അപ്പോഴും അവരുടെ മനസ്സിൽ നീലിമയോടുള്ള ദേഷ്യം ആളിപ്പടർന്നിരുന്നു. വാസുദേവൻ മകളെ വേദനയോടെ നോക്കി. എന്തൊക്കെ തെറ്റ് ചെയ്താലും അവൾ തൻ്റെ മകളാണ്. നീലിമയെ വെറുത്തതിൻ്റെ ഇരട്ടി അയാൾ അഞ്ജലിയെ സ്നേഹിച്ചിരുന്നു. അവൾക്ക് എന്ത് സംഭവിച്ചാലും അയാൾക്ക് നോവും. പക്ഷേ ഭാര്യ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒന്നിനും പറ്റാത്ത കിഴങ്ങനായി പോയി അയാൾ. പക്ഷേ അത് മറ്റുള്ളവർക്ക് മുൻപിൽ പ്രകടിപ്പിച്ച് ആത്മാഭിമാനം വ്രണപ്പെടുത്താൻ അയാൾക്ക് കഴിഞ്ഞില്ല. അയാൾ സത്യഭാമയ്ക്ക് നേരെ തിരിഞ്ഞു. ശരി, നീ എന്തായാലും മോളെ ശ്രദ്ധിക്ക്. എനിക്കല്പം ജോലിയുണ്ട്, ഞാൻ പോകട്ടെ, അയാൾ പറഞ്ഞു. സത്യഭാമയാണെങ്കിൽ അതോടെ വീണ്ടും ദേഷ്യം വന്നു. നിങ്ങളൊരു അച്ഛനാണോ? നിങ്ങളുടെ മകളുടെ അവസ്ഥ നോക്ക്. എന്നിട്ടും ഇവളെ ഇങ്ങനെ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ പോകാൻ തോന്നുന്നു? ജോലിയാത്രേ, ജോലി. ആ പൊട്ടി കൊണ്ടിരിക്കുന്ന കമ്പനിയിൽ ഇതിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ജോലിയാ ഉള്ളത്? എനിക്കത് മനസ്സിലാവുന്നില്ല, സത്യഭാമ നിന്ന് ചീറി. വാസുദേവൻ ദേഷ്യം കൊണ്ട് വിറച്ചു. ശരിയാണ്, നമ്മുടെ കമ്പനി തകർച്ചയില്ല. ഞാൻ പാപ്പരാവാൻ പോവുക. എങ്കിലും ഞാൻ നിന്റെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ? നിന്റെ ആഡംബരങ്ങൾക്കെല്ലാം ഞാൻ പൈസ തന്നിട്ടില്ലേ? നീ പറയുന്നത് പോലെയൊക്കെ തോണി നടന്ന് പലയിടത്തും ഞാൻ നാണം കെട്ടിട്ടില്ലേ? എന്നിട്ടും എന്നോട് സംസാരിക്കാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു? എല്ലാം എൻ്റെ തെറ്റാണ്. എൻ്റെ ദേവികയെ ഡൈവോഴ്സ് ചെയ്ത് നിന്നെ കല്യാണം കഴിച്ചില്ലേ? അവിടം മുതലേ തുടങ്ങിയതാ എൻ്റെ തെറ്റുകളുടെ യാത്ര, ദേഷ്യത്തിൽ അയാൾ പറഞ്ഞു. അയാൾ ശരിക്കും കുറ്റബോധം തോന്നിയിരുന്നു. നീലിമയുടെ അമ്മയെ അയാൾ ശരിക്കും സ്നേഹിച്ചിരുന്നു. അവരുമായിട്ടുള്ള ജീവിതം സന്തോഷം നിറഞ്ഞതായിരുന്നു. എന്നിട്ടും ഒരു സാഹചര്യത്തിൽ അവളെ മറന്ന് സത്യഭാമയുമായി പ്രണയത്തിലായി. പിന്നീടുണ്ടായ സംഭവങ്ങൾ അയാൾ ഓർത്തു. അവസാനം സ്വന്തം ജീവിതം തന്നെ നശിപ്പിച്ചു. ഒരിക്കൽ കൂടി ദൈവം അവസരം തന്നിരുന്നെങ്കിൽ ചെയ്ത തെറ്റുകളെല്ലാം തിരുത്താമായിരുന്നു എന്ന് അയാൾ ചിന്തിച്ചു. പക്ഷേ ഇനി അത് ആഗ്രഹിക്കാൻ പോലും അയാൾക്ക് അർഹതയില്ല. അയാൾ നിരാശയോടെ ചിന്തിച്ചു. നിങ്ങളൊരു ദുഷ്ടനാണ്. അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ പറയുമോ? നിങ്ങൾക്ക് മനസാക്ഷിയില്ല. ഇനി ഒരു വട്ടം പോലും ഇതുപോലെ പറയരുത്. അങ്ങനെ ഉണ്ടായാൽ നിങ്ങളുടെ കള്ളത്തരങ്ങളെല്ലാം ഞാൻ എല്ലാവരോടും വിളിച്ചു പറയും. അവർ പൊട്ടിത്തെറിച്ചു. വാസുദേവൻ സ്തംഭിച്ചു പോയി. അഞ്ജലിയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. തൻ്റെ മാതാപിതാക്കൾ എന്തിനു പറ്റിയാണ് സംസാരിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലായില്ല. നീ എന്താ പറഞ്ഞത് ഭാമ? നീ എന്നോട് ഇങ്ങനെ പെരുമാറുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല, വാസുദേവൻ വിഷമത്തോടെ പറഞ്ഞു. എന്തേ, നിങ്ങൾക്ക് എന്നെ പേടിയാണോ? അതെന്തായാലും നന്നായി. ഇനി ഇതുപോലെ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഈ കാര്യം കൂടി ഓർക്കണം, അല്ലെങ്കിൽ സത്യഭാമ ആരാണെന്ന് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകും, സത്യഭാമ ഭീഷണിപ്പെടുത്തി. വാസുദേവൻ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് തൻ്റെ ഭാര്യയെ ദേഷ്യത്തിൽ നോക്കി.
പിന്നെ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അമ്മേ, ഇവിടെ എന്താ സംഭവിച്ചേ? അച്ഛൻ എന്താ ഇങ്ങനെ പെരുമാറിയേ? നിങ്ങൾക്കിടയിൽ ശരിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അഞ്ജലി ആശങ്കയോടെ ചോദിച്ചു. ഏയ്, അതൊന്നുമില്ല മോളെ. നീ ഇപ്പോൾ ഒന്നിനെക്കുറിച്ചും ആലോചിക്കേണ്ട. നന്നായി റെസ്റ്റ് എടുക്ക്. എല്ലാം പെട്ടെന്ന് ഭേദമാകട്ടെ. എന്നാലേ അമ്മയ്ക്ക് സമാധാനം കിട്ടൂ. സത്യഭാമ അവളെ ആശ്വസിപ്പിച്ചു. ഒപ്പം ഒന്നും അറിയാത്തതുപോലെ നടിച്ചു. പക്ഷേ അവർക്കിടയിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടെന്ന് അഞ്ജലിക്ക് വ്യക്തമായിരുന്നു. അവർ എന്തോ മറയ്ക്കുന്നത് പോലെ അവൾക്ക് തോന്നി. പക്ഷേ തൽക്കാലത്തേക്ക് അതിനെക്കുറിച്ച് ചോദിക്കാൻ അവൾ മുതിർന്നില്ല. അമ്മ വിഷമിക്കേണ്ട, എല്ലാം പെട്ടെന്ന് ശരിയാവും. അഞ്ജലി അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാം ശരിയാവണം. മോൾ എപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കുന്നത് കാണുന്നത് അമ്മയ്ക്കും സന്തോഷം, സത്യഭാമ പറഞ്ഞു. അഞ്ജലി അവരെ കെട്ടിപ്പിടിച്ചു. എല്ലാം നീലിമ കാരണമാണെന്ന് അഞ്ജലി വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസങ്ങളെല്ലാം സ്വരുക്കൂട്ടിവെച്ച് നീലിമയോടുള്ള പ്രതികാരത്തിനായി അവൾ തയ്യാറെടുത്തിരുന്നു. നീലിമ കാരണമാണ് ഭൈരവിനെ തനിക്ക് കിട്ടാത്തതെന്ന് അവൾ മനസ്സിൽ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അതിനിടയിൽ ഭൈരവ് ചോദിച്ച ചോദ്യങ്ങളും അവളുടെ മനസ്സിലുണ്ടായിരുന്നു. ഇനി ശരിക്കും അശ്വൻ വിശ്വ ഫാമിലിയിലെ കുട്ടിയാണോ? പക്ഷേ ഇതെല്ലാം സംഭവിച്ചിട്ട് 5 വർഷമായി. ഇത്രയും കാലമായിട്ടും തനിക്ക് ഒരിക്കൽ പോലും ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. 5 വർഷത്തിനു ശേഷം ഒരു കുട്ടിയുമായി അവൻ തിരിച്ചു വന്നപ്പോൾ പോലും വിശ്വ ഫാമിലി തൻ്റെ മനസ്സിലില്ലായിരുന്നു. ഇത് സത്യമാണെങ്കിൽ അശ്വൻ തൻ്റെ കുട്ടിയാണെന്ന് കിരൺ അറിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. അഞ്ജലി കിരണിനെ പറ്റി തന്നെ ചിന്തിച്ചു. അവൻ പേരുകേട്ട ഒരു പ്ലേ ബോയ് തന്നെ എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു രാത്രി മാത്രം കൂടെ ഉണ്ടായിരുന്ന നീലിമയെ അവൻ എങ്ങനെ ഓർക്കാനാണ്? നീലിമയുടെ ജീവിതം എങ്ങും എത്താതെ നശിച്ചു പോവുകയുള്ളൂ. ആ ചിന്തയിൽ അഞ്ജലിയുടെ കണ്ണുകൾ ക്രൂരമായി തിളങ്ങി. ഒപ്പം അവൾ മനസ്സിൽ പല പദ്ധതികളും ആസൂത്രണം ചെയ്തു. ഇതേ സമയം അതേ ഹോസ്റ്റലിൽ തന്നെയാണ് നീലിമ തൻ്റെ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ എത്തിയത്. ഇതേ സമയം അതേ ഹോസ്പിറ്റലിൽ തന്നെയാണ് നീലിമ തൻ്റെ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ എത്തിയത്. വരാന്തയിലൂടെ മുന്നോട്ടേക്ക് നടക്കുമ്പോൾ അവൾ വാസുദേവനെ കണ്ടു. അയാളെ അവിടെ കണ്ടതും അവളൊന്ന് ഞെട്ടി. നീലിമയെ അവിടെ കണ്ട് വാസുദേവനും ഒന്ന് ഞെട്ടിയിരുന്നു. പക്ഷേ പരസ്പരം മിണ്ടാതെ അവർ മുഖാമുഖം നിന്നു. അയാൾ നല്ലപോലെ ക്ഷീണിച്ചതായി അവൾക്ക് തോന്നി. കുറച്ചു മാസങ്ങൾ കൊണ്ട് 10 വയസ്സെങ്കിലും കൂടിപ്പോയതുപോലെയുണ്ട്. അയാളുടെ ഈ അവസ്ഥയ്ക്ക് സത്യഭാമ ആയിരിക്കും കാരണമെന്ന് നീലിമ ചിന്തിച്ചു. നീലിമയുടെ മുഖത്ത് സഹതാപം നിറഞ്ഞു. നീ എന്താ ഇവിടെ? അയാൾ മൃദുവായി ചോദിച്ചു. പക്ഷേ പെട്ടെന്നാണ് കുറച്ചു മുൻപ് സംഭവിച്ച കാര്യങ്ങൾ അയാൾക്ക് ഓർമ്മ വന്നത്. ഭൈരവ് എന്ന ആ ഭീഷണിയും അഞ്ജലിയുടെ ഇപ്പോഴത്തെ അവസ്ഥയും. അങ്ങനെയാണെങ്കിൽ ഇതിനെല്ലാം പിന്നിൽ നീലിമ തന്നെയാണോ? ആ ചിന്തയിൽ അയാളുടെ മനം തണുത്തുറഞ്ഞു. പക്ഷേ ഇക്കാര്യങ്ങളൊന്നും നീലിമയ്ക്ക് അറിയില്ലല്ലോ. അച്ഛൻ്റെ ചോദ്യം കേട്ടപ്പോൾ അവളത് തന്നോടുള്ള കരുതലാണെന്ന് കണക്കാക്കി. അവളുടെ ഹൃദയം ഒരു നിമിഷത്തേക്ക് സന്തോഷിച്ചു. ഞാൻ മന്ത്ലി ചെക്കപ്പിന് വേണ്ടി വന്നതാ, ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ, അവൾ പറഞ്ഞു. ഗൈനക്കോളജിസ്റ്റിനെയോ? അയാൾ അത്ഭുതത്തോടെ ചോദിച്ചു. അയാൾക്ക് അവൾ പറഞ്ഞത് വിശ്വസിക്കാൻ പോലും ആയില്ല. എങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കാനാണോ വഴക്കു കൂടാനാണോ അയാൾക്ക് താല്പര്യമില്ലായിരുന്നു. അയാൾ എല്ലാം കൊണ്ടും തീർത്തും അവശനായിരുന്നു. അച്ഛൻ ഇവിടെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തുപറ്റി? സുഖമല്ലേ? നീലിമ ചോദിച്ചു. അപ്പോഴാണ് അയാളുടെ പിന്നിലുള്ള ഗാർഡിനെ അവൾ കണ്ടത്. അപ്പോൾ അഞ്ജലിയോ സത്യഭാമയോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടാകുമെന്ന് അവൾക്ക് തോന്നി. പിന്നെ അവൾ ഒന്നും ചോദിച്ചില്ല. എന്നാൽ ശരി അച്ഛാ, ഞാൻ പോട്ടെ. എൻ്റെ ടോക്കൺ ആയിട്ടുണ്ടാവും. അച്ഛൻ ആരോഗ്യം ശ്രദ്ധിക്കണം. അവൾ അത്രമാത്രം പറഞ്ഞിട്ട് മുന്നോട്ടേക്ക് നടന്നു. നീലിമ, നീ ഒന്ന് നിന്നേ. പെട്ടെന്ന് അയാൾ പിന്നിൽ നിന്ന് വിളിച്ചതും നീലിമ സംശയത്തോടെ നോക്കി. എന്തു പറ്റിയച്ചാ? അവൾ ചോദിച്ചു. അയാൾക്ക് ഒരു നിമിഷം എന്തു പറയണമെന്നറിയാതെയായി. സ്വന്തം മകളായിരുന്നിട്ടും താൻ അവളെ എപ്പോഴും ഉപദ്രവിച്ചിട്ടേ ഉള്ളൂ. ഒരച്ഛൻ എന്ന നിലയിൽ അവളോട് ചെയ്യേണ്ട കടമകൾ പോലും ശരിക്ക് ചെയ്തിട്ടില്ലെന്ന് അയാൾക്ക് ചിന്തിച്ചു. നമ്മൾ കണ്ടിട്ട് ഒരുപാടായില്ലേ? ഒരുമിച്ചിരുന്ന് എന്തെങ്കിലും കഴിച്ചാലോ? അയാൾ മടിയോടെ ചോദിച്ചു. വേണ്ട എന്ന് പറയാനാണ് അവൾ ആദ്യം തോന്നിയത്. എങ്കിലും ഒരു ദീർഘനിശ്വാസം എടുത്ത് നീലിമ തലയാട്ടി. ശരി അച്ഛാ, പക്ഷേ എനിക്ക് ഡോക്ടറെ കാണാനുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ എത്തിയേക്കാം, അവൾ പറഞ്ഞു. ഓക്കെ, എങ്കിൽ നിന്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വാ. ഞാൻ ഹോസ്പിറ്റലിൻ്റെ മുന്നിലുള്ള റെസ്റ്റോറൻറ്റിൽ കാണാം, അയാൾ പറഞ്ഞതും നീലിമ തലയാട്ടി. അച്ഛനെ കുറേ നാളുകൾക്ക് ശേഷം കണ്ടപ്പോൾ നീലിമയ്ക്ക് ഭൂതകാലത്തിലേക്ക് പോകാനും അച്ഛനും അമ്മയും ഒരുമിച്ചുണ്ടായിരുന്ന കാലത്തെ സന്തോഷകരമായ ആ ജീവിതം ഒന്നുകൂടി അനുഭവിക്കാനും തോന്നി. അച്ഛൻ പണ്ട് തൻ്റെ സന്തോഷങ്ങൾക്കായിരുന്നു മുൻഗണന നൽകിയിരുന്നത്. അതിനുവേണ്ടി അദ്ദേഹം എന്തും ചെയ്യും. എന്നാൽ സത്യഭാമ എന്ന സ്ത്രീ അച്ഛൻ്റെ ജീവിതത്തിലേക്ക് വന്നതോടെ എല്ലാം മാറി. തൻ്റെ ജീവിതം ഇരുളിലായി. പതിയെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ അവളുടെ മനസ്സിൽ നിറഞ്ഞു. ഡോക്ടറെ കണ്ടതിനു ശേഷം അവൾ പുറത്തിറങ്ങി. അപ്പോഴാണ് ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ടിൽ നിന്നും ഭൈരവിൻ്റെ കാർ പുറത്തേക്ക് പോകുന്നത് നീലിമ കണ്ടത്. അവളും പിന്നാലെ ചെന്നു. എങ്കിലും ഭൈരവ് അവളെ ശ്രദ്ധിച്ചില്ല. ഈ ഭൈരവ് എന്തിനാ ഇവിടെ? ഈ ഹോസ്പിറ്റലിൽ എന്തിനാ ഇവന് കാര്യം? അവൾ ചിന്തിച്ചു. അതിനുശേഷം അവൾ നേരെ വാസുദേവൻ പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. അവിടെ കണ്ടതും അയാൾ കൈ ഉയർത്തി പുഞ്ചിരിയോടെ അടുത്തേക്ക് വരാൻ ആംഗ്യം കാണിച്ചു. അവൾക്ക് സന്തോഷവും സങ്കടവും ഒരുപോലെ തോന്നി. നീലിമയ്ക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമെല്ലാം വാസുദേവൻ ഓർഡർ ചെയ്തിരുന്നു. അതുകൂടി ആയതും നീലിമയ്ക്ക് അവളുടെ കണ്ണുനീർ തടഞ്ഞു നിർത്താൻ സാധിച്ചില്ല. കണ്ണുകൾ അമർത്തി തുടയ്ക്കുന്നതിനിടയിൽ അവൾ പുഞ്ചിരിച്ചു. താങ്ക് യു അച്ഛാ, താങ്ക് യു അച്ഛാ. അവളുടെ ഹൃദയം നിറഞ്ഞ ആ വിളിയിൽ വാസുദേവൻ്റെ നെഞ്ചു പിടഞ്ഞു. പക്ഷേ തൻ്റെ ഈ മോളോട് താൻ എത്രമാത്രം ക്രൂരത ചെയ്തിട്ടുണ്ട്.
അവൾക്ക് ഒരിക്കലും തന്നെ ഇനി മനസ്സ് അറിഞ്ഞ് സ്നേഹിക്കാനാവില്ല എന്നോർത്ത് നിരാശയോടെ വാസുദേവൻ കണ്ണുകൾ ഇറുക്കി അടച്ചു.